ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്വാതന്ത്ര്യം ആഘോഷിച്ചു. അതിനൊപ്പം മരുന്നിൽ നിന്നുള്ള മോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവരുടെ കൂടെ ഈ ഉള്ളവനും കൂടുന്നു. മരുന്നിൽ നിന്ന് മോചനം, അതല്ലെങ്കിൽ മരുന്നിൻ്റെ ഇടങ്ങേറുകളിൽ നിന്ന്, ജീവിതത്തിൽ ഇനി മാറില്ല എന്ന് കരുതുന്ന പലതിൽ നിന്നും മരുന്നില്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന വലിയ വലിയ ഗുരുക്കന്മാരിവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ സ്മരിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം ഞങ്ങൾ ആഘോഷിച്ചു. ആ ആഘോഷത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടി ആഘോഷത്തെ ഉഷാറാക്കി തന്ന ഞങ്ങളുടെ തുളസിയെ ഞങ്ങൾ ആദരിക്കുന്നു. അതോടൊപ്പം എല്ലാ ശനിയാഴ്ചയും നമ്മൾ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇന്ന് അധികം ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കാം. അതോടൊപ്പം നമുക്ക് തുളസിക്കൊരു സന്തോഷകരമായ ഒരു ഗിഫ്റ്റും കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ശനിയാഴ്ച ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ശനിയാഴ്ച, കുറച്ച് അനുഭവങ്ങൾ കേൾക്കുന്ന ശനിയാഴ്ച നമ്മൾ തുടങ്ങുകയാണ്. എല്ലാ ശനിയാഴ്ചകളിലും അനുഭവമായിട്ട് വരുന്നത് അനുഭവം ഉള്ളവരെ അറിയിക്കുക എന്നുള്ളത്. മരുന്നില്ലാതെ മാറുമ്പോൾ മരുന്നില്ലാത്തതിനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം. ഇത് എല്ലാവരിലേക്കും എത്തേണ്ടതില്ല. കാരണം ആവശ്യക്കാരിലേക്കല്ല, അത്യാവശ്യക്കാരിലേക്ക് എത്തേണ്ടതാണ്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് വഴിയെ, ഇതിൻ്റെ ഓരോ അനുഭവവും നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അത് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നുള്ളത്. അനുഭവം പറയാൻ പറ്റുന്നവർ വേഗം എഴുന്നേറ്റ് നിന്നിട്ട് വേഗം ഇങ്ങോട്ട് വന്നാൽ നന്നായിരിക്കും. ഇങ്ങോട്ട് തന്നെ വേഗം വരിക, ടക്കടക്കടക്കടക്കേ പറയാം. അധികം വലിച്ചു നീട്ടി പറയാതെ വേഗം പറയാം. അവിടെ തന്നെ നിന്നാൽ മതി. ഈ ഓഡിയൻസിനെ കൂടി കിട്ടണം. അനുഭവം പറയാൻ പറ്റുന്നവര് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നോ, നമ്മളവിടെ പോയി നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നേ. ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്. എൻ്റെ പേര് മധു. ഞാനിവിടെ യഥാർത്ഥത്തിൽ വന്ന എൻ്റെ ഭാര്യയുടെ ക്യാൻസർ അസുഖവുമായി ബന്ധപ്പെട്ടാണ് എന്നെ അവൾ നിർബന്ധിച്ചാണ് ഇവിടെ കയറ്റി. അവള് കാരണമാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ശരീരത്തിൽ ഒരുപാട് കൊച്ചു കൊച്ചു മുഴകളുണ്ടായിരുന്നു. അതെല്ലാം മാറി. എനിക്ക് പിന്നെ തൈറോയിഡ് ഉണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള തൈറോയിഡ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ തൈറോയിഡിന് 3 മുഴ ഉണ്ടായിരുന്നു, 3 ഇല്ല. പിന്നെ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും മരുന്ന് കഴിച്ചിട്ട് മാത്രമേ ബാത്റൂമിൽ പോകാൻ പറ്റുന്നുള്ളായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മരുന്ന് കഴിച്ചില്ല. കഴിഞ്ഞ 4 ദിവസത്തിന് ശേഷം ഇന്നലെ പോയി സുഖമായി ബാത്റൂമിൽ പോകാനും പറ്റുന്നുണ്ട്. ഉള്ള അസുഖങ്ങൾ കൂടുതൽ കുറഞ്ഞു. നമുക്കിതുവരെ അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാൻ. ഞാൻ ഒരുപാട് ചികിത്സകൾ അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് ചികിത്സ ചെയ്തു. യുനാനി ചികിത്സ ചെയ്തു, അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു. ഇനി ചെയ്യാനൊന്നുമില്ല. ലാസ്റ്റ് സ്റ്റേജാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ച് ആശ്വാസങ്ങൾ കിട്ടി. തുളസി ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് തിരൂരിൽ നിന്ന് വരുന്നു. ഞാൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ക്രിയാറ്റിൻ്റെ പ്രോബ്ലമാണ് എനിക്ക്. ഞാൻ ക്രിയാറ്റിൻ കൂടിയതിന് ശേഷം ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടക്കൽ അൽമാസിൽ പോയി. കോട്ടക്കൽ മിംസിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോണ്ടിച്ചേരി പോയി. പോണ്ടിച്ചേരി ജവഹർലാൽ നെഹ്റു ഒരു റിസർച്ച് സെൻ്റർ ഉണ്ട്, അവിടെ പോയി. അവിടെ പോയിട്ട് കുറഞ്ഞില്ല. പിന്നീട് ഞാൻ അവിടുന്ന് എറണാകുളത്ത് ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സെൻ്റർ അവിടെ പോയി. അവിടെ ഒരു ഡോക്ടർ ഇക്ബാലിനെ കണ്ടു. എന്നോട് പറഞ്ഞു, നിങ്ങൾ നാളെ തന്നെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് മരിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. എൻ്റെ ക്രിയാറ്റിൻ ഞാൻ ഇവിടെ വരുമ്പോൾ 20ആണ്. പിന്നെ ഇവിടെ ഇന്ന് ഡോക്ടറെ ഞാൻ വരുന്നത് വരെ എനിക്കൊരു പുച്ഛമായിരുന്നു. ഇതൊക്കെ ഒരു പറ്റിക്കലാണ്, കളിയാക്കലാണ് എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഭാര്യ മക്കള്, എൻ്റെ ഭാര്യ മാതാവ് എല്ലാം ദുബായിലാണ്. എൻ്റെ ഭാര്യയുടെ മാതാവ് എപ്പോഴും ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ നോക്കണ ഒരാളാണ്. അപ്പം അതിങ്ങനെ നോക്കി എന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്, എറണാകുളം ആലുവ പെരുമ്പാവൂരാണ്, അവിടെയും കൂടി ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ ജൂബിലി ഡോക്ടറെ കണ്ട്, ജോൺ പോൾ എന്ന് പറഞ്ഞിട്ട ഡോക്ടർ. അദ്ദേഹം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞ് ദിവസങ്ങൾ എഴുതിപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ 3 മാസമായി, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനിവിടെ വന്നതിന് ശേഷം ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുമ്പോൾ 20 ഉണ്ടായിരുന്നത് ഇപ്പം എനിക്ക് 15 ആയിട്ടുണ്ട്. 5% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നു.
അതിനുശേഷം ഡോക്ടറോട് ഞാൻ നന്ദി പറയും. അതോടൊപ്പം ക്രിയാറ്റിന്റെ അളവല്ലാതെ ഫിസിക്കലി എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഇപ്പൊ എന്താണ്? ഫിസിക്കലി കൈയും കാലും വേദന, ഉറക്കം തൂങ്ങുക, നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ലേശം ആത്മാർത്ഥത ഉണ്ട്, മനസ്സിനൊരു ധൈര്യം വന്നു, കുറെ മാറ്റം വന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ ഉണ്ടായിരുന്ന ഫിസിക്കലി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ എനിക്ക് കുറച്ച് ഉഷാറുണ്ട്, നടക്കാൻ തോന്നുന്നു, ശരിക്കും ഉറക്കം കിട്ടുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണത്തിനോട് ഭയങ്കര അറപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് കിഡ്നി രോഗികൾക്ക് പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കണ്ടാൽ ഓക്കാനിക്കാൻ വരലാണ് അവരുടെ ഒരു പ്രശ്നം. ഇത് കേൾക്കണത് നല്ലതാ. പലപ്പോഴും വെല്ലോന്റെ വിഷയമല്ലേ, എനിക്ക് കേൾക്കണ്ടെന്നൊന്നും പറയണ്ട. ചിലപ്പോ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിൽ പവർഫുൾ ആയിരിക്കും ചിലവരുടെ അനുഭവം. ക്രിയാറ്റിൻ 20 എന്ന് പറയുമ്പോ ക്രിയാറ്റിൻ 2 ഉള്ളവർക്ക് നാണാവൂലേ? ഹലോ, ക്രിയാറ്റിൻ 2 ഉള്ളവർ നാണിക്കണ്ടേ? ക്രിയാറ്റിനാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴേ പേടിച്ച് പണ്ടാറടങ്ങിയവര് ആദ്യം എന്താവണം? ഈ 20 ഒക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം കിട്ടണം. എന്ത് 20 ഉണ്ടായാലും തുഴഞ്ഞാൽ ചിലപ്പോ നീന്തി കയറാൻ പറ്റും എന്ന് ബോധം ഉണ്ടാവണം. 2 ആകുമ്പോഴേക്കും ഞാൻ ഡയാലിസിസ് സ്വപ്നം കാണരുത് എന്നതിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ലാഭമാണ്. ക്ലിയർ? അല്ലാതെ ഇത് കേൾക്കണോണ്ട് കാര്യവുമില്ല. അനുഭവങ്ങൾ കേൾക്കണോണ്ട് സത്യത്തിൽ നമുക്കൊന്നും കിട്ടില്ല എന്നാണ് വിചാരം. പക്ഷെ ചില അനുഭവത്തിൽ നിന്നാണ് നമുക്ക് പലതും കിട്ടുക. തീർച്ചയായും. എന്തായാലും ഇനിയുള്ള അനുഭവം താങ്ക് യു. അനുഭവങ്ങൾ പറയുന്നതിന് മുമ്പ് വണ്ടി മാറ്റാനല്ലേ, ഇപ്പൊ വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിലിട്ടേക്കുന്ന ഒരു വണ്ടിയുണ്ട്. നമ്പർ പറയും KL44H7652 7652. ആ വണ്ടി പെട്ടെന്ന് മാറ്റിട്ട് കൊടുക്കുക. റോഡ് സൈഡിൽ വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഇട്ടേക്കണേ. അത് വേഗം ഒന്ന് മാറ്റി കൊടുക്കും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ എന്താ പറയാ സ്വാതന്ത്ര്യ ദിനം സത്യത്തില് നല്ല രീതിയിൽ ഒന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും എല്ലാവരും കൂടിയ ഈ ഒരു ദിവസം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ വേണ്ടി എല്ലാ പണികളും നന്നായിട്ട് ചെയ്ത നമ്മുടെ സെക്യൂരിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തുളസിക്ക് ചെറിയൊരു ഗിഫ്റ്റ്, പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഗിഫ്റ്റ്. അത് ഗിഫ്റ്റ് അല്ല, സത്യത്തില് അദ്ദേഹത്തിന് എപ്പോഴത്തേക്കും ഓർക്കാൻ ഇനിയും ഇങ്ങനെ ചെയ്യാനും ഒരു പ്രചോദനം വേണമല്ലോ. അതിനൊരു ഗിഫ്റ്റ് നിങ്ങളുടെ ഭാഗമായി ഞാൻ കൊടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നു. കാരണം നമ്മളെല്ലാവരും കൂടി ആഘോഷിച്ചതാണ്. ആഘോഷിപ്പിക്കാൻ കാരണം അദ്ദേഹം തന്നെയാണ്. കാരണം ഞാനൊക്കെ കുറച്ച് മടിയനാണ്, പക്ഷെ അദ്ദേഹമൊക്കെ നല്ല ഇൻട്രസ്റ്റിൽ ആ പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അന്താളിച്ചു പോയി, ഇങ്ങനെയൊക്കെ ആക്കിയത് കണ്ടപ്പോ. ഓക്കെ, താങ്ക് യു. തുളസിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. കുറെ ഇലകളില് നമ്മൾ വീട്ടുമുറ്റത്ത് വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം തുളസിയാണ്. എല്ലാവരും ചിലപ്പോൾ വീടിന്റെ ഉള്ളിൽ വരെ തുളസിയെ വച്ച് പിടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു തുളസിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പൊ ഇനി നമ്മുടെ അനുഭവങ്ങൾ വേഗമായിക്കോട്ടെ. എൻ്റെ പേര് നാസർ. പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറായ ആനക്കരയാണ് എൻ്റെ സ്വദേശം. 24 വർഷത്തിൽ മേലെയായി ഞാൻ പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി പ്രോസ്റ്റേറ്റിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ 15 വർഷത്തോളം ഞാൻ കണ്ണട ഉപയോഗിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ എനിക്ക് ദൂരക്കാഴ്ച പ്രശ്നമില്ല, അത് കണ്ണട ഞാൻ ഒഴിവാക്കി. അടുത്തുള്ള കാഴ്ചക്ക് ഇപ്പോൾ എപ്പോഴും വായിക്കാന് കണ്ണട ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കാറുന്നില്ല. അവിടെ വന്നിട്ട് സാറിൻ്റെ ആദ്യത്തെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ ഞാനത് അവസാനിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വൈഫിൻ്റെ വിഷയമാണ്. 24 വർഷമായിട്ട് ഇപ്പോൾ ആൾക്ക് 50 വയസ്സുണ്ട്. 24 വയസ്സാണ്. 26 വയസ്സുള്ള സമയത്ത് വലത് കൈക്ക് വേദന വന്നു. ആ വേദന മരുന്ന് കുടിച്ച് ഇടത് കൈക്ക് വന്നു. അങ്ങനെ ഇടത് കൈക്ക് വേദന വന്നു. അതിനും മരുന്ന് കുടിച്ചപ്പോൾ അത് കഴുത്ത് വേദനയായി. പിന്നെ ആകെ മൊത്തം വേദനയായി. ചുരുക്കി പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിൽ ഞാൻ സാറിൻ്റെ വീഡിയോ യാദൃശ്യമായി കണ്ടതാണ്. പിന്നെ ഞാൻ ഈ ആളുകൾ പറയുന്ന റിവ്യൂ ഞാൻ കേൾക്കാറുണ്ട്.
അതെനിക്ക് വലിയ പ്രചോദനമായി. ഇപ്പം ഞാൻ ഖത്തറിലാണുള്ളത്, ഇപ്പോൾ വന്നിട്ട് 2 മാസം കഴിഞ്ഞു. അങ്ങനെ ഇവിടെ വരാനുള്ള ഒരു പ്രചോദനം ആ റിവ്യൂ ആണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ വന്നാൽ 100% ഇതിൻ്റെ പരിഹാരം ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് വൈഫിനെ കൂട്ടി വന്നു. അൽഹംദുലില്ലാ വൈഫിന് മിനിയാന്ന് മുതൽ പൂർണ്ണ സുഖമായിട്ടുണ്ട്. വേദന ഫുള്ളായിട്ട് മാറി. നല്ല ഹാപ്പിയാണ് ആൾ. പിന്നെ എൻ്റെ മോള് 12 വയസ്സുള്ള 7ാം ക്ലാസ് പഠിക്കുന്ന നാസിഹ സുൽത്താന, അവള് മൂക്കിൽ ദേശമായിരുന്നു. അങ്ങനെ ഞാൻ 1-2 ഡോക്ടർമാരെ കാണിച്ചു. പിന്നെ ഇങ്ങനെ ദേശം മാറ്റി കൊടുക്കുന്നതിനാണ് വേറെ സ്ഥലത്തും പോയി. 2 സ്ഥലത്തുനിന്നും ഓപ്പറേഷനാണ് എന്നെ ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഞാനതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത് കാരണം ചെയ്ത ആളുകളെ എനിക്കറിയാം. അത് തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അങ്ങനെ ഞാനിതിന് ഒരു പരിഹാരമായിട്ട് പിന്നെ ഇവിടെ വരാൻ തന്നെയാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ മോള് മലന്ന് കിടന്ന് ഉറങ്ങാൻ അവൾക്ക് സാധിക്കായിരുന്നില്ല. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കമിഴ്ന്നിട്ടൊക്കെ കിടക്കാം, വായ തുറന്നിട്ട് ഉറങ്ങല്. ഇപ്പോൾ മിനിയാന്ന് മുതൽ ആള് ശരിക്കും ശ്വസിക്കാൻ തുടങ്ങി. ഏറെക്കുറെ പൂർണ്ണ 50% മേലെ മാറ്റമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ചെയ്യണം, അതിന് പറയാനുള്ളത്. പക്ഷേ ഈ ഡോക്ടർമാർ പറഞ്ഞ ആ ചികിത്സയുടെ ചെലവിൻ്റെ പകുതി മാത്രമാണ് ഞങ്ങൾക്ക് 3 പേർക്കുള്ള ട്രീറ്റ്മെൻറ്റിന് ചിലവായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ ഇത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ പ്രചാരകരായിട്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി അത് പ്രചോദനമാവണം. നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കാത്ത ആളാണ്. പക്ഷെ എന്നാലും എനിക്ക് വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞിട്ട് ഇതൊരു പ്രചാരകനാവാൻ ഞാൻ മനസ്സിലോട് തീരുമാനിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. സാറിന് എല്ലാവിധ ക്ഷേമ ആശംസകളും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എൻ്റെ പേര് മനോജ്. ഞാൻ കുന്നംകുളത്തു നിന്ന് വരുന്നു. നടുവേദന, മുട്ടുവേദന, കാലിൻ്റെ ഞെരിയാണിയിലുള്ള വേദന, പിന്നെ ബാലൻസ് എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. എന്നെ ഒരു ചെറിയ കുട്ടി ചാർജ് ചെയ്താൽ പോലും ഞാൻ പെട്ടെന്ന് തെന്നി പോകും. ഒരു ചെരുപ്പ് ഇടുമ്പോഴോ ഊരുമ്പോഴോ ചെറുതായിട്ട് തട്ടിയാൽ പോലും ഞാൻ പെട്ടെന്ന് വീഴാൻ പോകാറുണ്ട്. ഇന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ബാലൻസ് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ. മുട്ടുവേദന പൂർണ്ണമായിട്ടും മാറി. അതിൻ്റെ ഉള്ളിൽ മുട്ടിൻ്റെ ഉള്ളിൽ ഇക്കിളി പോലൊരു വേദനയാണ് എനിക്ക് എപ്പോഴും അനുഭവപ്പെടാറ്. പിന്നെ ഞാൻ വെട്ടിത്തിരിയുമ്പോഴൊക്കെ എനിക്ക് മസിൽ പിടിക്കും. എൻ്റെ നടുവിൽ ഒരു ടക്ക് ടച്ചിലൊരു പൊട്ടൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് പോലും അത് കേൾക്കാൻ കഴിയാറുണ്ട്. അപ്പം അതൊക്കെ പൂർണ്ണമായിട്ടും മാറി. എൻ്റെ നടുവേദന പൂർണ്ണമായിട്ടും മാറി, മുട്ടുവേദന പൂർണ്ണമായിട്ടും മാറി. എനിക്ക് ഇപ്പം അടി ഉറപ്പിച്ച് നിൽക്കാൻ ഒരു താങ്ങൂല്ലാതെ ഞാനൊക്കെ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടാണ് നിൽക്കാറ്. ഇല്ലെങ്കിൽ കാലുകൊണ്ട് തന്നെ ചെരിഞ്ഞോ വളഞ്ഞോ ഒക്കെ നിൽക്കാറ്. ഇപ്പം എനിക്ക് അതിന് നന്നായിട്ട് കഴിയേണ്ട പൂർണ്ണമായിട്ട് തന്നെ മാറി. എനിക്കിപ്പോൾ ഇതുപോലെ ഞാൻ ചാരിയ കസേരയിലാണ് ഇത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തത്. പക്ഷെ ഇന്ന് ഞാൻ ചാരാത്തൊരു കസേരയിലാണ് ഇരുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ പെരടി സ്റ്റാണായിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കാൻ തന്നെ എനിക്ക് നന്നായി കഴിഞ്ഞു. ആ ഒരു 3/4 മണിക്കൂർ എനിക്കത് നന്നായി കഴിഞ്ഞു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇതുപോലെ വലിയ പ്രതീക്ഷകൾ ഇവിടെ നിന്ന് ഉണ്ടാവുന്നതാണ് എൻ്റെ ആഗ്രഹം. സന്തോഷം. ടെൻഷന് വേറെ മരുന്ന്. ഞാൻ പ്രവാസിയാണ്. ഒരു 17-18 വർഷം കൊണ്ട് തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞാൽ തലവേദനയല്ല, ഇവിടെ തൊടുമ്പോൾ വേദന, സംസാരിക്കാൻ പറ്റില്ല, ഉമിനീർക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു. 21,000 ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് കണ്ണിന്. എന്നിട്ടൊന്നും മാറ്റണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ കൊല്ലത്തിൽ വരും, 3 മാസം 2 മാസം ഇതിനായിട്ട് ഇങ്ങനെ നടക്കും. എവിടുന്നും കിട്ടില്ല. പക്ഷെ എൻ്റെ രോഗത്തിന് പേരില്ല. തലവേദന എന്ന് പറയും. അവസ്മാരത്തെ രോഗികൾക്ക് കൊടുക്കണം മരുന്നാണ് എനിക്ക് തന്നിരുന്നത്. അപ്പോൾ രോഗത്തിന് പേരില്ലാത്തതിൻ്റെ പേരിൽ മരുന്നില്ലാത്തൊരു ഡോക്ടറെയാണ് അന്വേഷിച്ച് നടന്നത്. അങ്ങനെയാണ് സാറിൻ്റെ അഡ്രസ്സ് കിട്ടിയത്. അങ്ങനെ അവിടെ വന്ന് ഇപ്പം എനിക്ക് 5 ദിവസം കൊണ്ട് ഒരു നല്ല മാറ്റമുണ്ട്. എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും ആദ്യം പറ്റിയിരുന്നില്ല. ഇന്നും പരിചയമുള്ള ഒരു സിസ്റ്ററുണ്ട് ഇവിടെ. ഞാനിവിടെ കഴിഞ്ഞ ഞായറാഴ്ച വന്നു. എൻ്റെ അന്നത്തെ കോലം കണ്ടിട്ട് ആ സിസ്റ്റർക്ക് പോലും ഭയങ്കര ബേജാറായി എന്താണെന്നുള്ളത്. പിന്നെ കണ്ടപ്പോൾ ആ സിസ്റ്റർക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പോകാൻ പോലും എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും നല്ല മാറ്റം എനിക്കുണ്ട്. അതുകൊണ്ട് സാറിനും പടച്ചതമ്പുരാനും വളരെയധികം നന്ദി പറയും. എൻ്റെ പേര് മുഹമ്മദ് ബഷീർ. ഞാൻ മലപ്പുറം ജില്ല തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ അജ്മാനിലായിരുന്നു. ഞാൻ ഇവിടെ വരാൻ കാരണം എൻ്റെ ഭാര്യയാണ്.
എൻ്റെ ഭാര്യൻ്റെ ഒരു ഷോൾഡർ പെയിൻ്റെ പ്രശ്നത്തിലാണ് ഞങ്ങൾ കുറേ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏതായാലും ഞാനും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ എനിക്കുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് ഷോൾഡർ പെയിൻ ആയിരുന്നു ഒരു ഭാഗത്ത്. അത് വന്ന ആ ഫസ്റ്റത്തെ ദിവസം തന്നെ ചികിത്സ തന്നെ സമാധാനമായിരിക്കും. പിന്നുള്ള പ്രശ്നം നെഞ്ചരിച്ചിൽ. ഏതൊരു ഭക്ഷണം കഴിച്ചാലും അപ്പം തന്നെ ഒരു അരമണിക്കൂറിന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നം ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരിക. എന്നിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് അത് മാറിയിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റത്തെ ദിവസം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ ഭക്ഷണവും ഇപ്പം ഞാൻ കഴിച്ചു നോക്കി. ഇവിടെ നിന്നിട്ട് മുളകിട്ട മീൻകറി ഒഴികെ അത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. മറ്റുള്ള എല്ലാ സാധനം പുട്ട്, ഉപ്പുമാവ്, ദോശ, ഉഴുന്ന് ദോശ ഇതൊക്കെ കഴിച്ച് അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പം അത് കഴിച്ചപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരിക്കും. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കുടിച്ചിരുന്നു. പിന്നെ ഡോക്ടർ എൻഡോസ്കോപ്പി ഇറക്കിയിട്ടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ലിവറിന്റെ പ്രശ്നമാണ് അതൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. പക്ഷെ ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്കത് വളരെ സമാധാനമായിരിക്കും ഇതുവരെ. പിന്നെ ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ എണീക്കുമ്പോഴൊക്കെ നല്ല അസ്വസ്ഥത, നല്ല സുഖം കിട്ടുന്നുണ്ട് എനിക്ക് എണീക്കുമ്പോഴൊക്കെ. പിന്നെ ചെറിയ ചെറിയ വേദനകൾ ഉണ്ടായിരുന്നു, അതും കുറേ സമാധാനം കിട്ടിയിട്ടുണ്ട്. കാലിന് മുട്ടുവേദനയൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് മടക്കി വെച്ചിട്ട് മറ്റേ അയ്യാത്തിനൊക്കെ ഇരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം കുറേ സമാധാനം ഉണ്ട് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം. ഇതെല്ലാവരും ഇതൊരു പ്രചോദനമായിട്ട് എടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആദ്യമായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ഞാനിവിടെ വന്നത് എൻ്റെ ഭാര്യയുടെ കാര്യം പറയാൻ വേണ്ടിയാണ്. അവൾക്ക് ഏകദേശം ഒരു 10 വർഷമായിട്ട് അസിഡിറ്റിയുടെ പ്രോബ്ലം ആയിരുന്നു. അവസാനം ഒരു സർജറിയും കഴിഞ്ഞ്, കാരണം രാത്രി ഉറങ്ങാൻ പറ്റാറില്ല. 2-3 പില്ലൊക്കെ വെച്ച് ഇരുന്നിട്ടാണ് ഉറങ്ങാറ്. അവസാനം ഗതികെട്ട് സർജറി ചെയ്തു, വാൾവ് ടൈറ്റ് ചെയ്ത് അതിന് നല്ല പരിഹാരം വന്നു, അൽഹംദുലില്ലാ. പക്ഷേ 2 വർഷമായിട്ട് അതിൻ്റെ കൂടെ സൗണ്ട് പോയിരിക്കുകയാണ്. ആ സൗണ്ട് പോയതിന് ഇപ്പൊ വീണ്ടും പറഞ്ഞ് അതിനൊരു സർജറി അല്ലാതെ വേറെ ഒരു സൊല്യൂഷൻ ഇല്ല എന്നാണ്. ഞാൻ അബുദാബിയിലാണ്. സാറ് ഗൾഫിൽ വന്ന് 27-ാം തീയതി അവിടെ കാണണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ 26-ാം തീയതി ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇവിടെ വരാൻ വിചാരിച്ച് ഫസ്റ്റ് വീക്കിൽ സാറില്ലാത്തതുകൊണ്ട് സെക്കൻഡ് വീക്കിലോട്ട് ചേഞ്ച് ചെയ്തതാണ്. അങ്ങനെ ഇപ്പോ ഈ വന്ന് 5 ദിവസം കൊണ്ട് തന്നെ സൗണ്ട് വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതിനെ എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പൊ ഡോക്ടർ വീണ്ടും അതിനെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തിട്ട് പറഞ്ഞത് അത് വോക്കൽ കോഡില് പുളിപ്പാണ്, സർജറി അല്ലാതെ നിങ്ങൾക്ക് അതിന് ഒരു സൊല്യൂഷൻ എവിടെ. ഞാൻ ഒരുപാട് ഡോക്ടറെ കണ്ട്, അവിടെ ഗൾഫിലും കണ്ട്, ഇവിടെ നാട്ടിൽ കണ്ട്, മാംഗ്ലൂർ കണ്ട്, എല്ലാ ഡോക്ടറും പറഞ്ഞത് സർജറി മാത്രമാണ്. പക്ഷെ ഇവിടെ വന്ന് സൗണ്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു എനർജി. അതുകൂടാതെ എനിക്കാണെങ്കിൽ ഷുഗറിന് ഞാൻ മരുന്ന് കുടിച്ചിരുന്നു 3 മാസം. ഞാൻ വരുന്നതിൻ്റെ തലേദിവസം തൊട്ട് ടാബ്ലറ്റ് ഒഴിവാക്കിയതാണ്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ടാബ്ലറ്റ്, ഇതുവരെ ടാബ്ലറ്റ് കഴിച്ചിട്ടുമില്ല. കൈക്കൊക്കെ ഒരു തെരിപ്പുണ്ടായിരുന്നു, ആ തെരിപ്പൊന്നും ഇപ്പം ഇല്ല. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കൊരു ബോഡിക്കൊരു എനർജി, സാർ പറയാതുള്ള പോലെ നമുക്കൊരു ഉന്മേഷം, അത് നമുക്കൊരു കിട്ടിയതുപോലെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പടച്ചതമ്പുരാന് നന്ദി, അൽഹംദുലില്ലാ. നമ്മളെവിടെ എത്തിച്ചത് അതൊരു നിമിത്തമായിരിക്കും. അപ്പൊ ആ കാരണത്തിലാണ്, കാരണം നമ്മൾ എത്രയോ വർഷം ഡോക്ടറൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ ഇവിടെ എത്താൻ അതൊരു നിമിത്തമായത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റിയ ആ സുഖം, അത് നമ്മൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവർക്കും ഈ ഒരു സുഖം അവരുടെ ആയുസ് മുഴുവനും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് പടച്ചതമ്പുരാൻ നൽകട്ടെ എന്ന്. സ്ഥലം കാസർഗോഡ്. പേരെന്താ പറഞ്ഞ? എൻ്റെ പേര് റഷീദ്. അസ്സലാമലൈക്കും. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന ഒരു എക്സ് സർവീസ് മാനാണ്. 23 വർഷം സർവീസ് പട്ടാളത്തിൽ ചെയ്ത ആളാണ്. എൻ്റെ ഈ ബാക്ക് എനിക്ക് കാണാൻ പാങ്ങില്ലായിരുന്നു. പക്ഷെ ഒരു വലിയ മുഴ പോലെ കൈയുടെ ഭാഗത്തുണ്ടായിരുന്നു. ആ മുഴ എൻ്റെ വീട്ടുകാരും എൻ്റെ മക്കളും ചെറുമക്കളും ഒക്കെ പറയും അതിനെ കൊണ്ടുപോയി കീറണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഞാൻ ഒന്നും ചെയ്തില്ല, കാരണം എനിക്ക് വേദനയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ കിടക്കുകയാണ്.
ഇപ്പം ഇവിടെ വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം എൻ്റെ വൈഫും എൻ്റെ അനുജത്തിയും ഇവിടെ ഉണ്ട്, അവരും ട്രീറ്റ്മെൻറ്റ്. അവർ നോക്കിയിട്ട് പറയുന്നു ഇപ്പം വളരെ കുറവുണ്ട്, ഇപ്പം വളരെ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഷുഗർ എനിക്ക് 400-450 വരെ പോയിട്ടുണ്ടായിരുന്നു ചില സന്ദർഭങ്ങൾ. അവിടെ നിന്ന് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ മരുന്നിൽ കഴിച്ചു. ഒരു ഡോക്ടറെ കണ്ട്, ഞാൻ പട്ടാളത്തിൻ്റെ ഡോക്ടറെയാണ് പോകുന്ന ഫ്രീ ആയിരുന്നു. അവർ തരുന്ന മരുന്ന് കഴിച്ചിട്ട് ഉള്ള മരുന്നും ഗുളിയും എല്ലാം കൂടെ കഴിക്കുമ്പോൾ ആഹാരം കഴിക്കണ്ട, അത്രയ്ക്ക് വേണ്ടി തരും. ഞാൻ കൊണ്ടുവരും, കുറേ കഴിക്കും, കുറേ കളയും, കുറേ വേണമെന്നുള്ളവർക്ക് കൊടുക്കും. ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, മോഹനൻ നായർ എന്ന് പറയുന്ന മെഡിസിറ്റി ഇലക്ട്രോണ്ട്. അദ്ദേഹം പറഞ്ഞ് ഇഞ്ചക്ഷൻ കുറച്ചിട്ട് ഗുളിക 1-2 തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതും. എനിക്കിപ്പം അതിൽ വളരെ കുറവുള്ളതുപോലെ തോന്നും. കാരണം ഞാൻ 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ രാത്രി എഴുന്നേക്കും. ഇപ്പോൾ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം. പിന്നെ എനിക്ക് യൂറിക് ആസിഡ് തുടങ്ങിയിട്ട് 10-30 വർഷമാവും. സ്റ്റാർട്ടായത് ബാഗ്ഡോഗരെ വെച്ചായിരുന്നു സിലിഗുഡിയിൽ. അപ്പോൾ ആ വലത് കാലിൻ്റെ തള്ളവിരലിൻ്റെ ആ ഭാഗത്ത് തള്ളി നിൽക്കുന്ന ആ ഭാഗത്ത് ഡോക്ടർ, അന്നത്തെ അവിടെ ഇരുന്ന ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞ് ഇത് സർജറി ചെയ്യണം, അവിടുത്തെ അതിന് എല്ലിനെയൊക്കെ മുറിച്ച് കളയണോ. ഞാൻ അവിടെ നിന്ന് പോസ്റ്റിങ് വാങ്ങി വേറെ സ്ഥലത്ത് വന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് യൂറിക് ആസിഡാണ്. ഇതിന് ചെറിയ ഗുളിയൊക്കെ കഴിക്കാൻ പറഞ്ഞ് കഴിച്ച് കുറേ കാലം കഴിച്ച് എനിക്ക് തോന്നുന്നു ആ ഗുളിയുടെ പുറത്തായിരിക്കാം എനിക്ക് ഷുഗർ വരാൻ കാരണമായത് എന്ന് ചില ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് വളരെ കുറവും വളരെ തൃപ്തിയുമാണ് ഞാൻ. പക്ഷേ എൻ്റെ വൈഫും എൻ്റെ അനുജത്തിയും ഉണ്ട്, അവരും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അവർക്കും വളരെ വ്യത്യാസമുണ്ട്. അസ്സലാമു അലൈക്കും. എനിക്ക് പറയാനുള്ളതല്ല, എൻ്റെ മാറ്റം ഞാൻ നേരിൽ കാണിച്ചു തരാം, അതാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം, കാണിക്കാം. എത്രയോ വർഷമായിട്ട് എനിക്ക് ഇല്ല, ഞാനത് പിന്നെ പറയാം. എത്രയോ വർഷങ്ങളായി തറയിലിരിക്കുക എന്നുള്ളത് എനിക്ക് നടക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സുഖമായി തറയിൽ ഇങ്ങനെ പടിഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ട്. അത് പറയല്ല വേണ്ടത്, നേരിൽ കാണിച്ചു തരിക എന്നുള്ളതാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് താഴെ ഇരുന്നിട്ട് ഞാൻ കാണിച്ചു തന്നത്. അത് മാത്രമല്ല, മുട്ടിനുള്ള വേദന, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ എല്ലാത്തിനും എനിക്ക് വ്യത്യാസമുണ്ട്. വരുമ്പം ഞാൻ ഷുഗറിൻ്റെ മെഡിസിൻ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഷുഗറിൻ്റെ മെഡിസിൻ ഇല്ല, കണ്ണിലിറ്റിക്കുന്ന മരുന്നുകളില്ല, പെയിൻ കില്ലർ ഒന്നും കഴിക്കുന്നില്ല. പിന്നെ വലിയൊരു ഫ്രണ്ടും കൂടെ എൻ്റെ കൂടെ ഉണ്ട്, അതിനുള്ള മെഡിസിനും എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ശാരീരികമായിട്ട് നല്ല വ്യത്യാസങ്ങൾ എനിക്കുണ്ട്. താങ്ക് യു. മൈക്കിൽ പറയണ്ട, വെറുതെ പറഞ്ഞാൽ മതി, മൈക്കിങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിക്കണോ? ചായ കുടിക്കണ പോലെ തിരിച്ചു പിടിക്കും. മൈക്ക് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കും. ഹലോ, എനിക്ക് പുറം വേദന ഉണ്ടായിരുന്നു. കഴുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിച്ചുകൂടാ. പിന്നെ നടുവേദന. ഈ ഭാഗത്ത് നിങ്ങൾ കെട്ട് പൊട്ടിച്ചേരാ, ഈ ഭാഗത്ത് കഴുത്ത് കുറവുണ്ട് നല്ലോണം. ഈ ഭാഗത്തെ കഴുത്ത് തിരിക്കുമ്പോൾ ഈ പെരടീനെടുത്തുന്ന ഞെട്ടലിപ്പോൾ. പിന്നെ കാലിൻ്റെ മുട്ട് രണ്ടും നല്ലോണം മടങ്ങുന്നില്ല, വല്ലാതെ ഇത് ഏറ്റെല്ലാം വ്യത്യാസം. ബാക്കിയെല്ലാം വ്യത്യാസം ഉണ്ടെന്നല്ലേ? ഈ കെട്ടും കൂടി എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അടുത്താക്ക് കൊടുക്കാൻ പറഞ്ഞത്. ആ കെട്ടുകൂടി പൊട്ടിക്കാൻ. ഹലോ, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഏതാണ്ട് ഒരു 4 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ വേദനയുള്ളവരൊക്കെ എഴുന്നേറ്റേക്കാൻ പറഞ്ഞു, ഞാനും എഴുന്നേറ്റ് വന്നു. ഞാൻ ഇവിടെ ഈ സീറ്റിലാണ് ഇരുന്നിരുന്നത്. ചതിയാല ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൈ ഭയങ്കര വേദന എടുത്ത്, വേദനയായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ വേദനയുള്ളവരോട് എഴുന്നേറ്റേക്കാനേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറയാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ കൈ ഇങ്ങനെ ആക്കിയപ്പോഴും കൈ പൊക്കരുതെന്നല്ലേ പറഞ്ഞെന്ന് സാറ് പറഞ്ഞു. പക്ഷെ ഞാൻ അറിയാതെ പൊക്കിപ്പോയതാണ്.
അത് എൻ്റെ കൈ പിടിച്ച് ആണ് കെട്ടി. എൻ്റെ കൈയും സുഖമായി. കൈ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ലോഡ് എടുക്കാം. ഇത് എൻ്റെ 5-8 കൊല്ലത്തോളമായിട്ട് ഇത് ഞാനിങ്ങനെ അറിഞ്ഞ എൻ്റെ ഇടപാട്. പിന്നെ ഇവിടെ എനിക്ക് കഴുത്തിങ്ങനെ തിരിയില്ലായിരുന്നു. അതുപോലത്തെ ഇപ്പോൾ എവിടെയും എങ്ങോട്ട് വേണമെങ്കിലും കഴുത്ത് തിരിക്കാം. എനിക്ക് ഏതാണ്ട് 10-70 വയസ്സായി. ഞാൻ പള്ളിയിൽ സ്ഥിരം ജമാഅത്തിന് പോകുന്ന ആളാണ്. വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് 3 മണിക്ക് കറക്റ്റ് 3 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആളാണ്. പക്ഷേ എനിക്ക് അവിടെ നടന്നു പോകാൻ പറ്റില്ല. എൻ്റെ കാലുകൊണ്ട് ചവിട്ടി വെക്കാൻ പറ്റാത്ത കാരണം ഞാൻ വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് പള്ളിയിലേക്ക് പോകണേ. പള്ളിയിൽ നിന്ന് വരുന്നത്. അതാ എവിടെയെങ്കിലും പോകണമെങ്കിൽ പിള്ളേർ കൂട്ടുകാരന്മാരാരെങ്കിലോ ഇപ്പം എൻ്റെ കൂടെ ഒരാളുണ്ട്. ഞാൻ എവിടെയും ഏത് സ്റ്റെപ്പും ഇപ്പം ചാടി കയറും. എനിക്ക് നടക്കാൻ വേണ്ടായില്ല, കയറാൻ വേണ്ടായില്ല. ഞാനൊരു ലോഡിങ് തൊഴിലാളിയാണെന്ന്. പിന്നെ യൂണിയനിൽ പോയി പിന്നെ കൃഷിപ്പണിയിലേക്ക് പോയി. ഇപ്പം എനിക്ക് എല്ലാം എന്ത് വേണമെങ്കിലും കുറച്ചോൻ്റെതായതുകൊണ്ട് ഒരു നിമിത്തം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് ഞാനത് കൈകാര്യം ചെയ്യുന്നു. അൽഹംദുലില്ലാ. എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും ഈ ഡോക്ടറെ സ്തുതിച്ചാലും എനിക്ക് മതിയാവില്ല. പക്ഷെ ഞാൻ ഇപ്പം വന്നിട്ട് ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ. ശരി. എത്ര ദിവസമായി? തിങ്കളാഴ്ച 6 കാണും. ദിവസത്തിൽ ഒരെണ്ണം ചെയ്യണേ. ദിവസത്തിൽ ഒരെണ്ണം ചെയ്യണം. ഇവിടെ തന്നെയാണല്ലോ. 6 ദിവസമായി. 6 ദിവസമായി. ഓക്കെ. 6 സിറ്റിങ്. ഇവിടെ അടുത്തെവിടെ? പോകാൻ ശരിയെന്ന് ഇച്ചിരി അങ്ങോട്ടകത്തേക്ക് പോകാം. അവിടുന്ന് ഇങ്ങോട്ട് കയറിന്നാലേ പോകാനുള്ളവരങ്ങോട്ട് വിട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറിന്നാലേ നന്നായിരിക്കും. അവരങ്ങോട്ട് നിർത്തിയിട്ടേ ഇങ്ങോട്ട് കയറിക്കോ. എനിക്ക് 12 വർഷമായി കാലിൻ്റെ വേദന, കൈയുടെ പ്രഷർ വേദന, നടുവിന് വേദന, ഇതെല്ലാം കൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയായി. അതിനിടയ്ക്ക് വെച്ചാണ് ഞാൻ പല ഡോക്ടർമാരെയും കണ്ട് അവർ പല ഗുളികകളും തന്നു. ഇതെല്ലാം കഴിച്ചിട്ട് യാതൊരു കുറവുണ്ടായിട്ടില്ല. കൂടാതെ 4 വർഷം മുമ്പ് എനിക്ക് കാല് ചരിഞ്ഞു പോകുന്നു, നടക്കുമ്പോൾ കാല് മലയ്ക്കുന്നു. ഇതേ രീതിയിലുള്ള അസുഖമാണുള്ളത്. അത് വീണ്ടും കൊണ്ടുവന്ന് ഒരു ഡോക്ടർ പറഞ്ഞു കിംസിൽ ഒരു ഓർത്തോ സർജൻ ഉണ്ട്, അവരെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. തിരുവനന്തപുരം കിംസ്. അങ്ങനെ അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി അൾട്രോസ്കോപ്പി സ്കാൻ ചെയ്തും പറഞ്ഞ് ഇടുപ്പെല്ലും നട്ടെല്ലും കൂടെ വരുന്ന ഭാഗത്ത് ഒരു നരമ്പ്, തലയിൽ വരുന്ന ഒരു നരമ്പ് കുറിയിരിക്കുകയാണ്, അത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ മാറൂ എന്ന് പറഞ്ഞു. ഞാനത് വഹിച്ചില്ല, ഞാനങ്ങ് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് എനിക്ക് പരിചയമുള്ള സജ്ജാദ് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയെ ഈ സ്കാൻ റിപ്പോർട്ടും മൊത്തം കൊണ്ട് കാണിച്ച് പുള്ളി പറഞ്ഞു ഇതേ രീതി അഭിപ്രായം പറഞ്ഞത്. വേറെ ഡോക്ടർ കാണിച്ചു, അങ്ങേരും പറഞ്ഞ് ഇതേ അഭിപ്രായമാണ്. അവസാനം സജ്ജാദ് ഡോക്ടർ പറഞ്ഞു 78 വയസ്സുകൊണ്ടിരിക്കുക, ഇപ്പോഴൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട, ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിൻ്റെ ഈ യൂട്യൂബ് ചാനൽ കണ്ട് അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ട് പോരും. ഇപ്പം എനിക്ക് നടക്കാം. മെനഞ്ഞാന്ന് എൻ്റെ നടുവിന് വേദന കൊണ്ട് സാറിൻ്റെ കൈ പിടിച്ചു. ഇപ്പം നടക്കുകയും ചെയ്യാം, സുഖമായിട്ട് നിന്ന് നിസ്കരിക്കാം. മറ്റേ തൂണും ചാരി നിന്നാണ് നിസ്കരിച്ചോണ്ടിരുന്നത്. ഇപ്പം തൂണ് വേണ്ട, ഒന്നും വേണ്ട, സുഖമായിട്ട് നിസ്കരിക്കുകയും ചെയ്യാം. അപ്പം നടക്കും. സാറിന് സകല ആശംസകളും നേർന്നു. സലാം അലൈക്കും. ഞരമ്പ് ചുരുങ്ങിയതാണ്. അതെ, നരമ്പ് കുറിയ തലേന്ന് വന്ന നരമ്പ് നട്ടത്തിൽ ഇടിപ്പലിന് ഭാഗത്ത് കുറിയിരിക്കുകയാണ് പറഞ്ഞത്. അതിന് ഓപ്പറേഷൻ വേണമെന്ന്. ഇതൊക്കെ ഈ നമ്മൾ ചോദിക്കാറുണ്ട്, അങ്ങനെ ഞരമ്പൊക്കെ ചുരുങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ പോകും. സാധാരണ രീതിയിൽ പറയാറ് എന്താ പറയാ, ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാറുന്നതാണെന്ന് ചിലർ പറയാറുണ്ട്. വിശ്വാസത്തിന്റെ പുറത്തായിരുന്നെങ്കിൽ വിശ്വാസത്തോടു കൂടി പോയ ഹോസ്പിറ്റലുകളാണ് അവർ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ പല ഹോസ്പിറ്റലിൽ പോയവരാണ്. അവർ വിശ്വാസത്തോടു കൂടി പോകുന്നതാണ് സത്യത്തില്. പിന്നെ വിശ്വാസം പോകുന്നത് പോയി മടുത്തു കഴിയുമ്പോഴാണ്. അപ്പൊ അതുവരെ വിശ്വാസത്തിൽ പോയത് നല്ല ഹോസ്പിറ്റലുകളാണ്. അപ്പൊ സൂഡോ സയൻസ് എന്നോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റൊരു പേരോട് ഇതിനെ പറയുമല്ലോ, വിശ്വാസം കൊണ്ട് മാറണമെന്ന് പറയുന്നത് ഫേക്ക് അല്ല, ഫെയ്ത്തും അല്ല. ഫെയ്ത്ത് ഹീലിംഗ് വിശ്വാസ ഹീലിംഗ് ആണ്. പക്ഷെ അതിന്റെ ഒരു പേര് പൊതുവിൽ ഇങ്ങനെ പറയും. അത് നമ്മള് സൂഡോ സയൻസ് എന്ന് പറയുന്ന പോലെ തന്നെ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും. പ്ലാസിബോ എഫക്റ്റ് ആയിരുന്നു എങ്കിൽ സത്യത്തില് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ പോയ ഹോസ്പിറ്റലില് വിശ്വാസത്തോടു കൂടി പോയപ്പോ ആ പ്ലാസിബോ എഫക്റ്റ് കിട്ടേണ്ടതാണ്. അതല്ല അവർ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു എങ്കിൽ പ്ലാസിബോ എഫക്റ്റിന്റെ ആ ഒരു ഫീൽ കൊണ്ട് മാറിയതാണെന്ന് പറയാം. സത്യത്തിൽ ഇതിനെല്ലാം
ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് കിടക്കുന്ന, അത്യാവശ്യം ലക്ഷങ്ങൾ ചെലവാക്കി സർജറി ചെയ്ത് കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ കേൾക്കുമ്പോഴേ ഇതൊരു സുഖം ഉണ്ടാവുക. ഇത് ഈ അനുഭവമുള്ളവർക്ക് അനുഭവം വരുമ്പോഴാണ് അനുഭവത്തിന് രസം ഉണ്ടാവുക. ചെറിയ രോഗം അല്ല നമുക്ക്, എങ്കിലാണ് വലിയ രോഗത്തിന്റെ തീവ്രത മനസ്സിലാവുക. അപ്പോ കുട്ടികൾ ഇല്ലാത്തവന്റെ അടുത്ത് പോയി നീ കുട്ടികളുള്ളവൻ സംസാരിക്കരുതെന്ന് ആചാര്യന്മാർ പഠിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉള്ളവർ കുട്ടികളില്ലാത്തവന്റെ അടുത്ത് പോയി കുട്ടികളുടെ മഹത്വം പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് വലിയ വലിയ രോഗികളെന്ന് മുദ്ര കുത്തപ്പെടുന്നവർ, അവർക്ക് വേറെ ഇനി ഒരു വഴിയില്ല, സർജറി അല്ലാതെ, എന്നാൽ സർജറി കൊണ്ട് തന്നെ പണി കിട്ടും എന്ന് മനസ്സിലാക്കുന്ന പല ചികിത്സകളും ഇനി വഴിയില്ല എന്ന് കാണുമ്പോൾ ആ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഇവരെപ്പോഴും വന്ന് പറയാൻ. അപ്പൊ ഞാൻ എപ്പോഴും ഇവരോട് പറയാറുണ്ട്, ആ ഡോക്ടർ പറഞ്ഞത് തൽക്കാലം പറയാതിരിക്കുക. കാരണം ആ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് ഇതുവരെ മാറിയിട്ടില്ല, തൽക്കാലം മറ്റു വഴിയിൽ പോകാതെ പറയാം. അപ്പൊ ഇതിന് കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞെന്നുള്ളൂ. നമ്മളുടെ വീട്ടിലും കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ചിലപ്പോ ഈ നോളജ് ചിലപ്പോൾ ഗുണം ചെയ്യും. പിന്നീട് അപ്പൻഡിസൈറ്റിസിന് ഒരു കുട്ടി എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നു. ആ കുട്ടിയുടെ വാപ്പ ഇവിടെ കാർമൽ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന കുട്ടീനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോ എൻ്റെ അടുത്തേക്ക് സ്കാനിങ്ങിനാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഒരു നീഡിൽ കുത്തി സ്പോട്ടിൽ കുട്ടിയുടെ വേദന മാറി, ഞെക്കുമ്പോഴുള്ള വേദന മാറി, കുട്ടി സാധാരണ രീതിയിലായി. അപ്പൊ അത് കണ്ടുകൊണ്ടിരുന്ന ഒരു ലേഡി, ആ കണ്ടുകൊണ്ടിരുന്ന ലേഡിക്ക് പിന്നീട് ആ ലേഡിയുടെ കുട്ടിക്ക് അപ്പൻഡിസൈറ്റിസ് ആയി ആസ്റ്ററിൽ അഡ്മിറ്റ് ആയി. എമർജൻസി സർജറി പറഞ്ഞു കൊടുത്തുനിന്ന് ഒരു ടീച്ചർ, സൗദിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്കൂൾ നടത്തുന്ന ഒരു ടീച്ചർ, അവരാ ആസ്റ്ററിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാനിരുന്ന ഹോട്ടലിലേക്ക് വന്നു. വലിയ കാശ് കൂടിയ, അത്യാവശ്യം വലിയ മുന്തിയ കാറില്, സാധാരണ ചെറിയൊരു ഹോട്ടലിൽ ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ സാറുള്ളത് അവിടെ വരാന്ന് പറഞ്ഞു. ഒരു നീഡിൽ ഊത്തി. കാരണം അവർക്കുള്ള അനുഭവം, അവര് SLക്ക് ലൂപ്പസിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട്. പക്ഷെ ഇതേപോലുള്ള രോഗങ്ങൾ മാറുമെന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ തൊട്ടടുത്തിരുന്ന ആൾക്ക്, ഒരു കുട്ടിക്ക് അത് മാറിയത് അറിഞ്ഞപ്പോഴാണ് അവരുടെ കുട്ടിക്ക് അത് ആവശ്യം വന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഓരോരുത്തരുടെ അനുഭവം ചിലപ്പോൾ നമുക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലാത്തതാവാം. പക്ഷെ ഭാവിയിൽ പലപ്പോഴും നമ്മൾ കേൾക്കാനുള്ളത് പലതും ഇവരിൽ നിന്ന് കേൾക്കാം. ഇപ്പൊ ഈ പറഞ്ഞതൊന്നും ചെറിയ രോഗങ്ങളല്ല. പനി, ജലദോഷം, വയറിളക്കം, കാലൊടുങ്ങിയത്, തലക്കുള്ള വേദന, അങ്ങനെയുള്ള ചെറിയ കേസൊന്നും അല്ല പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു തലവേദനക്കാരൻ പറഞ്ഞു, ആ തലവേദനക്ക് വായില് കൂടി ഭക്ഷണം പോലെ ഇറക്കാൻ പറ്റൂലാത്ത തലവേദനക്ക്, എനിക്ക് തോന്നുന്നു സൽമാൻ ഖാനുള്ള ആ രോഗം തന്നെ, ഇതൊരു പേരുണ്ടല്ലോ, ഒരു ഷൂട്ടിംഗ് പെയിൻ വരുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ട്രൈസെമിനൽ ന്യൂറോളജിയ, അതാവാനും സാധ്യതയുണ്ട് അദ്ദേഹം പറയണ കേൾക്കുമ്പോൾ. എന്തായാലും പോയ ഹോസ്പിറ്റലിൽ ഒന്നും മരുന്നില്ല എന്ന് പറയുമ്പോഴല്ലേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വരിക. എന്നിട്ടും അതിന് പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്ന പൊട്ട, പ്ലാസിബോ എഫക്ട് ആയാലും മനുഷ്യന് സമാധാനത്തിൽ ജീവിക്കാനാണ് നടക്കണേ. നിനക്കൊക്കെ ഒരു തൂറാമുട്ടൽ വന്നാ മതി, കക്കൂസേ പോവാതെ ഇരുന്നേ 2-3 ദിവസം ഒന്ന് മുട്ടിയാ മതി, നിനക്കുള്ള ഇടങ്ങേറ് മനസ്സിലാകാൻ. അപ്പൊ അത് മുട്ടിയത് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ചിലപ്പോ നീ എവിടെ വേണമെങ്കിലും പോകും എന്ന് ചെറിയ പ്ലാസിബോ എഫക്റ്റിന്റെ ആളുകളോട് പറയുന്നു. ഇത് കേൾക്കുന്നത് നല്ലതാണ്. പ്ലാസിബോ എഫക്റ്റ് നിന്ന് കമന്റ് ചെയ്യുന്നവര് അവരുടെ വീട്ടിലേക്ക് ആർക്കെങ്കിലും ഇത് ചിലപ്പോൾ ആവശ്യം വരും. ഇതിനുവേണ്ടി ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും പണി കഴിയണേ. ഓക്കെ, ഒരു മിനിറ്റ്. അതുപോലെ തന്നെ എൻ്റെ മകളെ കാലുവേദനയും കൈവേദനയും ഉണ്ടായിരുന്നു. കാലുവേദനയ്ക്ക് ഇതേ രീതി കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ചെന്നവൻ പറഞ്ഞാൽ അത് സ്കാൻ ചെയ്തുകൊണ്ട് വന്നാൽ റിപ്പോർട്ട് കൊണ്ടുവന്ന ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞ് മോളടുത്ത് പറഞ്ഞു. മോളോട് ഞാൻ പറഞ്ഞു, മോളെ ഇപ്പം സ്കാൻ ചെയ്യണ്ട, മോള് എൻ്റെ കൂടെ വന്നാൽ മതി, നമുക്കിവിടെ പോയി നോക്കാം. അൽഹംദുലില്ലാ ഇവിടെ വന്ന് സാറിനെ കണ്ട് സാറ് കൈക്ക് പിടിച്ചു. മുട്ടുവേദനയും കാലുവേദനയും ഇപ്പം കുറവുണ്ട്, നല്ല ജീവിതമൊക്കെ നടക്കുകയും ചെയ്യാം. ഹലോ, എൻ്റെ പേര് സിദ്ദീഖ്, ഞാൻ കോട്ടക്കലിൽ കേട്ടോ. അപ്പോൾ നമ്മൾ വൈഫിൻ്റെ കാര്യത്തിലാണ് ഞാനിവിടെ വന്നത്. വൈഫിന് 8 ഗ്രാൻഡി ഇത്. അപ്പോൾ ഇവിടെ 20 ഉണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു 20 കാര്യങ്ങളുണ്ട് നമ്മളെ തൊട്ടടുത്ത റൂമുകാരൻ. അപ്പോൾ
നീൻ്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം അവർ കിട്ടി. പിന്നെ ഞാൻ ഒരു 1 വീക്ക് ഇവിടെ ഇരുന്നു, ഒരാഴ്ച. എനിക്കും തന്നെ കുറേ അസ്വസ്ഥത ബോഡിയിൽ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അൽഹംദുലില്ലാ ഖൈർ. പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് കയറി കിട്ടാം. കുറെ ആളുകൾ കൈ നോക്കിയായിരുന്നല്ലോ, വേഗാവട്ടെ. ഞാനടക്കം കൊണ്ടുവന്ന 6 ആളുകളുടെ അനുഭവങ്ങൾ പറയാനാണ് പണിയിട്ട് വന്നിട്ടുള്ളത്. പേര് സക്കരിയ, മലപ്പുറം ജില്ലയിലെ പന്തല്ലൂരാണ്. ഞാൻ UAE വർക്ക് ചെയ്യുന്നത്. 10 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈഫിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചതായിരുന്നു, എൻ്റെ മക്കളെയും കൂട്ടി. അവൾക്ക് 2 വർഷമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന കഴുത്തിലെ ഒരു വേദന, അതിൽ ശബ്ദം പോവുക, ഭക്ഷണം അടക്കാൻ കഴിയാത്ത പ്രയാസം, അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട മഞ്ചേരി, പെരിന്തൽമണ്ണ, കോഴിക്കോട് അടക്കമുള്ള ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലെ ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റലിലെ കാണിച്ചപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് അവർ പറഞ്ഞത് നിർബന്ധമായും ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ ഇത് മറ്റൊരു അവസ്ഥയിലേക്ക് മാറുമെന്നാണ്. അപ്പോൾ ഓപ്പറേഷത്തിന് നമ്മൾ പിന്നെ റെഡി അല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു പരീക്ഷണ നിലയിൽ 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. പക്ഷേ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ചെറിയൊരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രതിഫലനം ഉണ്ടായത്. അതിൻ്റെ ഡിസ്റ്റൻസും ഒക്കെ ചെയ്ത് 3 തവണ അവർ കുടുംബസമേതം ഇവിടെ വന്നു. 4ാം തവണ അവരെ കൂടെ ഞാനിപ്പോൾ ഇവിടെ ലീവിലുള്ള സമയത്ത് വരികയാണ്. ആ കൂട്ടത്തിൽ അവൾക്ക് അൽഹംദുലില്ലാ വലിയ മാറ്റമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂക്കിലെ ദശ കാരണം ശ്വാസം വിടാനും ഉറങ്ങാനും കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ അവർക്ക് കുറച്ച് കാലമായിട്ട് അനുഭവിക്കുന്നില്ല. അതുപോലെ നല്ലവണ്ണം സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ഭക്ഷണം ഇറക്കാൻ കഴിയുന്നുണ്ട്. അതുമായുള്ള ഒരു ബന്ധപ്പെട്ട അസുഖങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ അവൾക്കില്ല, ഒക്കെ പൂർണ്ണമായും ഭേദമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. അവർക്ക് ഡിസ്റ്റൻസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ആശ്വാസം കാണുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ പെങ്ങളും എൻ്റെ അളിയനും അതുപോലെ അവരുടെ അയൽവാസികളായ 2 പേരും ഒക്കെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വന്ന കാര്യത്തിൽ വളരെ ആശ്വാസമുണ്ട്. പെങ്ങള് പിന്നെ കാലൊക്കെ നീരും എന്ന് മുറിവട്ടി, ഷുഗറും പ്രമേഹവും എല്ലാ അസുഖങ്ങളുള്ള ആളാണ്. ഇവിടെ വന്നതിന് ശേഷം മരുന്ന് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടും ഒരു പ്രയാസങ്ങളുമില്ല എന്ന് മാത്രമല്ല ശരീരത്തിൽ നല്ല ആയാസവും സന്തോഷവും സാഹചര്യപ്പെട്ട് അത് തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അളിയൻ പൂർണ്ണമായും കണ്ണിൻ്റെ ഒരു കാഴ്ചശക്തി ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയതാണ്. ഒരു കണ്ണ് 30% മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ കാഴ്ചശക്തി പോയ കണ്ണ് അത് ചെറിയ തോതിലെ ആളുകൾ തിരിച്ചറിയാനും കാണാനും വെളിച്ചത്തിൽ കഴിയുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലിൽ ഷുഗർ വന്ന് ചെറിയ വിരൽഭാഗമൊക്കെ മുറിച്ചു മാറ്റിയതാണ്. അവരും ഇവിടെ വന്നതിന് ശേഷം മരുന്നുകൾ കാര്യമായി ഒന്നും കഴിക്കുന്നില്ല. അതുകൊണ്ടൊരു പ്രയാസമല്ല എന്ന് മാത്രമല്ല ശരീരത്തിന് ആയാസവും നല്ല ശ്വാസനയും നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. കൂടെ വന്ന ഹമീദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അവരുടെ അയൽവാസിയും സുഹൃത്തുമാണ്. അദ്ദേഹം 2 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്ക് ഒന്ന് പിടിച്ച് റെസ്റ്റ് ചെയ്താണ് നടക്കാറുള്ളത്. അതുപോലെ കയറുമ്പോൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളാണ്. ഇപ്പോൾ ഓടി കയറുന്ന, ഇപ്പോൾ ഞങ്ങളൊരു ഫ്ലാറ്റിന് മുകളിലാണ് താമസിക്കുന്നത്, അദ്ദേഹം ഓടി കയറാറാണ്. നടക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, വളരെ ഹാപ്പിയാണ്. അവർ മൈക്കിൽ വരാനുള്ള മടിയോടാണ് ഞാനൊക്കെ പറയുന്നത്. എൻ്റെ മകൻ 6 വയസ്സ് കഴിഞ്ഞു. തൊണ്ടയ്ക്ക് ബലം കുറവുള്ളത് കൊണ്ട് സംസാരിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. ആ ചെറുപ്രായത്തിൽ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഭാര്യയുമായി വരുന്ന സമയത്താണ് അവരൊക്കെ ഇതിലിരുത്തിയത്. അല്പം സംസാരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ചെരുപ്പിടുമ്പോൾ ഡിസോർഡർ ആയിട്ടാണ് ചെരുപ്പിട്ടിരുന്നത്. അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും അതൊക്കെ ഇന്ന് തൃപ്തിയായി വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ മോളും മാഷാണ്. അവരോട് വന്ന് അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഒട്ടുമിക്ക ആളുകളൊക്കെ പലപ്പോഴായി ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ അവലംബിക്കുന്നുണ്ട്. കാരണം അതൊക്കെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മരുന്നില്ലാതെ വിഷങ്ങൾ കയറ്റാതെ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന കാലത്തോളം എനർജിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുക എന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതിൻ്റെ പേരിലാണ്. ഏതായാലും ഈ ഒരു സംവിധാനത്തിന്റെ ഫൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം ഈ നടത്തുന്ന സേവനത്തെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് സൈദുകുട്ടി. ഞാൻ കണ്ണൂരിൽ നിന്നും വരുന്നു. എനിക്ക് 40 വർഷമായിട്ട് ശ്വാസമുട്ടൽ ആയിരുന്നു. ഒരു 2 വർഷമായിട്ട് മൂത്രം അടുപ്പിച്ച് ഒഴിക്കുന്നത് രാത്രിയിൽ 3 പ്രാവശ്യമെങ്കിലും എഴുന്നേൽക്കാതെ കഴിയില്ലായിരുന്നു. അതേപോലെ പ്രഷറിന്റെ അസുഖങ്ങളുണ്ട്. ഞാൻ ആദ്യം 10 കൊല്ലത്തോളം ആയുർവേദ മരുന്ന് ശ്വാസമുട്ടിന് കഴിച്ചു. പിന്നെ 10 കൊല്ലത്തോളം ഹോമിയോ മരുന്ന് കഴിച്ചു. അതിനുശേഷം ഏതാണ്ട് 20 വർഷമായി റോട്ടോ ക്യാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ ഇന്ന് 7 ദിവസമായി ഇതുവരെ ഒരു മരുന്നും റോട്ടോകാപ്പ് വലിച്ചിട്ടുമില്ല, പ്രഷറിന് കഴിച്ചിട്ടില്ല, മൂത്രത്തിനുള്ള മരുന്നും ഇതേവരെ കഴിച്ചിട്ടില്ല. എനിക്ക് പരിപൂർണ സുഖമാണ് ലഭിച്ചിരിക്കുന്നത്. ഓട്ടോകാപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്താണ് ഓട്ടോകാപ്പ്.
ശ്വാസം മുട്ടിന് 40 വർഷമായിട്ടുള്ള ശ്വാസം മുട്ട്. ഞാൻ മലപ്പുറം തിരുവരുന്ന് വരുന്നത്. എൻ്റെ പേര് കുഞ്ഞിമൂന്നാണ്. പിന്നെ എനിക്ക് 5 പ്രാവശ്യം സ്റ്റണ്ട് ഇട്ട ആളാണ്. അത് എടുത്ത് 6ാമത്തെ പ്രാവശ്യം ഇട്ടിക്കണ്. അതാണിപ്പോൾ എനിക്കുള്ള വലിയൊരു ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് ഉറക്കുണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റൂലായിരുന്നു. ഭക്ഷണം കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദിയായിരുന്നു. അപ്പം അതൊക്കെ ഉസാറായി. ഇവിടെ വന്നീ രസം ഒരുപാട് കാലമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ മക്കൾ എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കൂല. ഞാൻ ഫേസ്ബുക്ക് കാണുന്ന ആളാണ്. പോകരുത് നിങ്ങൾ, അവിടെ പോയാൽ തട്ടിപ്പാണ്, തരികിടാണ്. ഞാൻ പറഞ്ഞ എന്ത് തട്ടിപ്പായാലും തരികിടായാലും ഞാൻ പോകും. ആരും എന്നെ കൊണ്ടുപോകണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുന്ന പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഞാൻ തിരുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിന് കയറി നേരെ ഇവിടെ എറണാകുളത്ത് വന്ന്. അപ്പോൾ ഇവിടെ എൻ്റെ മോളുണ്ട്. മോളാണ് ഇന്നെ അവിടെ കൊണ്ട് അമ്മച്ചി ഇങ്ങോട്ട് പോയിരുന്ന ഞാൻ അവിടെ കൊണ്ടാക്കി തരാൻ. അങ്ങനെ മോള് ഇവിടെ കൊണ്ടാക്കിയത് എനിക്കൊരുപാട് ആശ്വാസമുണ്ട്, ഉറക്കുണ്ട്. ഇതുവരെ എനിക്ക് ഉറക്കുണ്ടായിരുന്നില്ല. എനിക്ക് അന്ന് തൊട്ട് ഉറക്കുണ്ട്. സുഖമായിട്ട് എനിക്ക് സന്തോഷം, എൻ്റെ മനസ്സിലാകെ എനിക്ക് സന്തോഷമാണ്. വേറെ ഒന്നുമില്ല. ഇതൊക്കെ എൻ്റെ മക്കളോട് ചെന്നിട്ട് എനിക്കൊന്ന് കടം വീട്ടണമെന്നുണ്ട്. പക്ഷേ ലാഭമാക്കി തന്നാൽ മതി. പിന്നെ അത്രയും കഷ്ടപ്പെട്ടിരിക്കണ്. എന്താ വെച്ചാൽ പൈസൻ്റെ ബുദ്ധിമുട്ടോ ഒന്നുമല്ല, ഒരു വൻ തട്ടിപ്പാണ് തരിക്കിടാൻ. നിങ്ങൾ എന്നും പേപ്പർ അയക്കണ ആളല്ലേ, നിങ്ങൾ ഇതിലെങ്ങനെ കുടുങ്ങിപ്പോയി എന്നാ അവർ എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ വന്നി തട്ടിപ്പല്ല, തരികിടും അല്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഡോക്ടറെ ചെയ്യും ചേച്ചു, എനിക്കത് മാറും ചേച്ചു. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് മാറ്റിയിട്ടേ കിട്ടി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം മോളിന്ന് എന്നെ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിരിക്കണം. ഓൾ ഇവിടെ എറണാകുളത്ത്, അവളിവിടെ ഉണ്ട്. അപ്പം എനിക്ക് നല്ല സന്തോഷം. ഇഷ്ടത്തിന് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ കൊണ്ട് കുറെ വിശ്വാസങ്ങൾ ഉണ്ടാവുകയും എല്ലാരും ഗൾഫിൽ വിളിച്ചിട്ട് ഞാൻ പോണെത്തിയില്ല. പോയാണ് അവിടെ നിങ്ങൾ ഞാൻ അതിലായിട്ട് വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് ഞാൻ പോണെന്ന് കിട്ടിയില്ല. ചീത്ത അറിഞ്ഞിട്ട് ഇതിനൊക്കെ പറയും. ഇന്നുണ്ടോ അവിടെ ഇരുന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വരാൻ പറ്റുമെങ്കിൽ അതാണ് കൊടുത്താൽ മതി. വണ്ടി കൊണ്ടുവന്നേരെ അത് തന്നേരം നിൽക്കാൻ അത് കൊടുത്തു. ഈ 3 വണ്ടികൾ ഒന്ന് പെട്ടെന്ന് മാറ്റിയേക്കണേ. KL2 Z 7474 നല്ല വണ്ടി നമ്പറാണ്. 7474 KL2 Z TN 81 F 7104 7104 TN 81 F 7104 ആ വണ്ടി നമ്പറുകൾ ഒന്ന് മാറ്റിട്ട് കൊടുക്കുക. KL42 C 7111 KL42 C 7111 വണ്ടി ഒന്ന് വേഗം മാറ്റിക്കോളൂ. ഹലോ, ഞാൻ അബ്ദുറഹ്മാൻ, കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനും കൊടുവല്ലൂർക്കും അടുത്ത് ഓമശ്ശേരിയിൽ നിന്ന് വന്നതാണ്. കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് വീക്കിൽ ഇവിടെ വന്ന് തിരിച്ചു പോയതാണ്, ഒരാഴ്ച അവിടെ നിന്നിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ അബുദാബിയിൽ നിന്നും 5-6 മാസമായിട്ട് ഫേസ്ബുക്കിൽ കാണാറുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് എൻ്റെ ഭാര്യനെ ബ്രദറും വേറെ 2 ആളെയും കൂട്ടി ഇവിടെ വന്നു. എനിക്ക് വന്ന് തിങ്കളും ചൊവ്വാഴ്ച ബുധനാഴ്ചയോടുകൂടി എനിക്ക് ഭയങ്കര അസ്വസ്ഥത. നിങ്ങൾ പറഞ്ഞ സാറ് പറഞ്ഞ് കണ്ണ് തുറക്കരുത് പറഞ്ഞിട്ട് ഞാൻ തുറന്നില്ല. മറ്റവരൊക്കെ പറഞ്ഞപ്പോഴേക്ക് ചാടി എണീച്ചും കണ്ണൊക്കെ തുറന്ന്. അവർക്ക് 4 പേർക്കും എൻ്റെ അത്ര ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞത് ഇന്ന് എനിക്ക് പലരും അനുഭവം പറഞ്ഞൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര വേദന ആയിരുന്നു കാലിനൊക്കെ. അത് മാറുന്നവരെ ഞാൻ കണ്ണടിച്ചിരുന്നു. എനിക്ക് സുഖമായിപ്പോ. അപ്പൊ എനിക്ക് പറയുമ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് പള്ളിപ്പോയാലും എവിടെ ഫംഗ്ഷനിൽ കൂടുന്നിടത്തൊക്കെ ആൾക്കാർക്ക് എൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ട് ആകെ തട്ടിപ്പാണ്. സത്യമായിട്ട് എനിക്ക് സുഖമുണ്ടോ? അപ്പൊ എനിക്ക് സുഖമുണ്ട്. എൻ്റെ തന്നെ നാട്ടിലൊരു ചെല്ലുണ്ട്, കണ്ട നീ അടക്ക് കേട്ട ഞാൻ പറയട്ടെ തന്നെ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പൊ എനിക്ക് എൻ്റെതായ ഇപ്പൊ ഞാൻ അടുത്ത ആഴ്ച അബുദാബിക്ക് തിരിച്ചു പോവുക. അതിൻ്റെ അടുക്ക് ഒരു ദിവസത്തേക്ക് തന്നെ ഇവിടെ വന്നിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇന്നലെ രാത്രി നാട്ടിൽ നിന്ന് പോകുന്നത് രാവിലെ ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇതൊരു തട്ടിപ്പാണെന്ന് പറയുന്നവർ പറയാനുള്ളത് അനുഭവത്തില്ലേ ഏറ്റവും വലുത്. അനുഭവിച്ചവർ പറയുമ്പോൾ അതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടേ. മറ്റാരോ എന്തോ അത് കുറച്ചാലുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് കേൾക്കാം അതൊക്കെ പൂട്ടിപ്പോയിന്ന്. അതൊക്കെ എനിക്കുണ്ടായ അനുഭവം. അപ്പൊ എനിക്ക് ഉണ്ടായ ഞാൻ പറയുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞിട്ട് ഒമാനിലൊരു പാർട്ടി വന്നിട്ട് ഇവിടെ ഉണ്ട് ഒരാഴ്ച ആയിട്ട്. ഞാൻ അതിന്റെ വിശ്വസിച്ച്
അതിൻ്റെമായി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ വന്ന് അപ്പോൾ ഒരാഴ്ച ആയിട്ട് ഇവിടെ ഉണ്ട്, അവർക്ക് മാറ്റങ്ങളുണ്ട്. പക്ഷെ അവർ പോകുന്നില്ല, വീണ്ടും ഇവിടെ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പാർട്ടി ഇവിടെ ഉണ്ട്, സാറുമായിട്ട് കണ്ടിരുന്നു തോന്നുന്നുണ്ട്. അറബിയാണോ? അല്ലല്ല, നമ്മളെ നാട്ടുകാരനാണ്. ഒമാന് ഞാനിത് പറഞ്ഞിട്ട് അസ്വസ്ഥത ഉള്ളതിന്റെ പേരിൽ വന്നതാ. ഏതായാലും അത്ര എനിക്ക് പറയാനുണ്ട്. ഇനി ഉണ്ടോ? ഇനി പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാനാണോ? എൻ്റെ പേര് റഫീഖ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നതാണ്. ഞാനിവിടെ വന്നത് എൻ്റെ മകൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ടാണ്. എൻ്റെ മകൻ കഴിഞ്ഞ ജൂണിൽ സ്കൂൾ തുറന്നപ്പോൾ 2 ആഴ്ച സ്കൂളിൽ പോയിട്ട് വന്ന കുട്ടിയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ തൊടയിലിന് ഒരു വേദന വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓസ്റ്റോസർക്കോമിയ എന്ന മാരകമായ ക്യാൻസറാണ് പിടിപെട്ടിട്ടുള്ളത്. ഇതിന് ഒരു ചികിത്സയുമില്ല. 2 ശ്വാസകോശത്തിലേക്ക് സ്പ്രെഡായിട്ടുണ്ട്. അതിൽ ഒരു ശ്വാസകോശം 75% അടഞ്ഞിട്ടുണ്ടെന്നും 75% ശ്വാസകോശം അടഞ്ഞിട്ടുണ്ടെന്നും മറ്റൊരു ശ്വാസകോശത്തിൽ 100ഓളം മുഴകളുണ്ടെന്നും മാക്സിമം പോയാൽ 15 ദിവസം അതിനുള്ളിൽ നിങ്ങൾ ഓക്സിജൻ കൊടുക്കണം, വെന്റിലേറ്ററിൽ കയറ്റണം, ചിലപ്പോൾ 1 മാസം കൊണ്ട് മരണം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്താളിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ഞങ്ങൾ എത്തിപ്പെട്ടത്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 40 ദിവസമായി. എൻ്റെ മകൻ ആവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം ചോദിച്ച് വാങ്ങിപ്പോൾ കഴിക്കുന്നുണ്ട്. ശ്വാസം മുട്ടലിന് ഒരു കുറവുമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതുവരെ നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ട്. വേദനയുടെ ഒരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൂടെ തീർന്നാൽ അൽഹംദുലില്ലാഹ് എൻ്റെ മോൻ നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ഇവിടെ വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാറിനും സാറിൻ്റെ കുടുംബത്തിനും എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാവും. ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരും ഈ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്യുക. ഞാൻ നേരത്തെ സംസാരിച്ചതായിരുന്നു. എൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. 40 വർഷമായിട്ട് ഞാൻ മൂക്കിലെ ദശയുള്ള ഒരാളായിരുന്നു. ഒരു പ്രാവശ്യം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കിയതാണ്. ഓപ്പറേഷൻ ചെയ്യാതെ പോയി. പിന്നെ ഞാനതെങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. ഒരു മൂക്ക് തുറക്കുമ്പോൾ മറ്റേ മൂക്ക് അടയും, അങ്ങനെ കൊണ്ടു നടന്നിരുന്നതാണ്. ഇപ്പം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ 2 മൂക്കും നല്ല ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ട്. 2 മൂക്കും തുറന്നിട്ട് നല്ല ശ്വാസം വലിക്കാനുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. ഇപ്പം ദശൻ്റെ യാതൊരു പ്രശ്നവും കാണുന്നില്ല. ഞാൻ കണ്ണൂര് പെരിയാർ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് 22 വർഷമായി എൻ്റെ കണ്ണിന് വലത്തെ കണ്ണിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നു. ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ടൊന്നും മാറിയില്ല. ഇപ്പം ഞാൻ ഇവിടെ വന്നു, എൻ്റെ കണ്ണിന് നല്ല മാറ്റമുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നില്ല. ഞാൻ കണ്ണട ഉപയോഗിക്കുന്നതാണ്, മരുന്ന് ഇട്ടിക്കുന്നതാണ്. അതൊന്നും ഞാനിപ്പോൾ കഴിക്കുന്നില്ല. പിന്നെ എനിക്ക് കഴുത്ത് വേദന, ഇടത്തെ കൈ വേദന, അത് വലത്തെ കൈ വേണം മേലോട്ടേക്ക് പൊന്തിക്കണമെങ്കിൽ, അതും ഇപ്പം നല്ല മാറ്റമുണ്ട്. പുറം വേദനയാണ്, എനിക്ക് മലന്ന് കിടക്കാൻ കഴിയില്ല. ഇന്നലെ മുതൽ ഞാൻ മലന്ന് കടന്നു. പുറം നടുവേദനക്ക് 25 വർഷത്തോളമായി. ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. മുട്ട് 2 വേദനയാണ്. മുട്ട് 2 ഓപ്പറേഷൻ ചെയ്യണം, മാറ്റി വെക്കണമെന്ന് പറഞ്ഞിന്. ഇന്നലെ വെച്ചിട്ട് എൻ്റെ മുട്ടിനും നല്ല സമാധാനമുണ്ട്. ഇതിന് സാറിന് നന്ദി പറയുന്നു. ഹലോ, ഞാൻ ഫാത്തിമ നിസാർ, ട്രിവാൻഡ്രത്തിൽ വരുന്നു. എനിക്ക് 23 വർഷമായി ഞാൻ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെ വന്നതിൻ്റെ തലേദിവസം മുതൽ ഞാൻ മരുന്ന് കഴിക്കാറില്ല.
അൽഹംദുലില്ലാ. ആദ്യം എനിക്ക് 151 ആകുമ്പം യൂറിന് സ്മെല്ലുണ്ടായിരുന്നു. ഇപ്പൊ കുറവുണ്ട്. ഇന്നലെ ടെസ്റ്റ് ചെയ്തെങ്കിൽ 281 ആണെങ്കിൽ എനിക്ക് ഉഷാറുണ്ട്. ഞാൻ മരുന്നേ കഴിക്കുന്നില്ല, നല്ലോണം നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. സാറ് നന്ദി അറിയിക്കുന്നു ഈ ചികിത്സയ്ക്ക്. അസ്സലാമലൈക്കും. ആക്ച്വലി ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ഒരു കസിനാണ്. 3 വീക്സ് മുന്നേ ആ കസിൻ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നടുവേദന ഭയങ്കരമായിട്ട് മാറി. കുനിയാൻ പറ്റില്ലായിരുന്നു, ഇരിക്കാൻ പറ്റില്ലായിരുന്നു, കംപ്ലീറ്റ് മാറി. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനും എൻ്റെ ഉമ്മയും ബ്രദറും 2 മക്കളും ഇവിടെ വന്നത്. ആക്ച്വലി എൻ്റെ ഉമ്മയുടെ കിഡ്നി ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ വന്നത്. ഓഗസ്റ്റ് 18 ലാസ്റ്റ് വീക്ക് മൈത്ര കാലിക്കറ്റ് പോയപ്പം ഡോക്ടർ പിന്നെ വെയിൻ ഓൾറെഡി ഫിസ്റ്റുല ചെയ്ത് വാസ്കുലർ സർജറി ചെയ്ത് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. അതിൽ നിന്നാണ് നമുക്കൊരു ബോധം വരുന്നത്. നല്ല ഉഷാറായിട്ട് നടക്കുന്ന ഒരു ഉമ്മ ബ്ലഡ് ടെസ്റ്റിലൂടെ ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരുപാട് ഡിസീസ്, ഷുഗർ, കൊളസ്ട്രോൾ, BP ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടാസ്യം, ഒരുപാട് ഡിസീസുകൾ, ഇതിനെല്ലാം ടാബ്ലറ്റ്സും തന്നു. അപ്പം നമുക്ക് സ്വന്തം ഒരു ബോധം ഉണ്ടായി. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം ക്രിയാറ്റിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കസിൻ പറഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തിയത്. ഇപ്പൊ ഉമ്മയ്ക്ക് പ്രഷറിന്റെ ഗുളിക കുടിച്ചില്ലെങ്കിൽ തല കറങ്ങും. ഇപ്പൊ കഴിഞ്ഞ 5 ദിവസമായി ഗുളിക കഴിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ എല്ലാ ഗുളികയും സ്റ്റോപ്പ് ചെയ്തു. നല്ല മാറ്റമുണ്ട്. നെക്സ്റ്റ് വീക്കിൽ പോയിട്ട് സർജറി ചെയ്യേണ്ട നമ്മളാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത്. നമ്മൾക്കൊരു പക്ഷെ ഞാൻ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒന്നും കണ്ടിട്ട് വന്ന ഒരാളല്ല. നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരാള് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് പറയുമ്പോൾ മാത്രമാണ് നമുക്കിത് തലയിൽ കയറുക. ഇപ്പൊ വേറെ ഒരാളാണ് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇവിടെ പലരും ചിന്തിക്കുന്നത് പോലെ ഇതൊരു പക്ഷേ തട്ടിപ്പാണോ എന്താണെന്ന് നമ്മൾ ഡൗട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത ഒരാൾക്ക് വലിയൊരു മാറ്റമുണ്ടായി. ഇപ്പൊ ഞങ്ങൾ വന്നതിലൂടെ ഒരുപാട് പേര് ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ റിസൾട്ട് കിട്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 8 years ആയിട്ട് എനിക്ക് നെക്ക്, ഷോൾഡർ, ബാക്ക് പെയിൻ ഉള്ള ആളാണ്. പക്ഷെ ഞാനത് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ആസ്റ്റൺ, ദുബൈയിലൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ പാർട്ട് ഓഫ് ലൈഫായി എന്ന് ചിന്തിച്ച് അത് ഇഗ്നോർ ചെയ്ത് പോകുന്ന ആളാണ്. വളരെയധികം പെയിൻ വരുമ്പം ചിലപ്പോൾ സ്റ്റക്കായി പോകും, നെക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ആ ടൈമിൽ ഒരു പെയിൻ കില്ലർ കഴിക്കും, റിലീഫ് ആവും. അതായിരുന്നു അവസ്ഥ. ഇവിടെ വന്നപ്പോൾ സാറിന്റെ ആ കെയറോ തെറാപ്പിയിലൂടെ നല്ല മാറ്റം. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ആക്ച്വലി ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ആർ യു ഡൂയിങ്, ബട്ട് I am forced to believe that something beyond in our hand. പഠിച്ചവന്റെ കയ്യിലുള്ള കാര്യം സാറിലൂടെ നമ്മളിലോട്ട് എത്തിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ 2 മക്കളുടെ കണ്ണിന് വേറൊരു ട്രീറ്റ്മെന്റ് കൂടി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചാണ് ദുബായിൽ നിന്ന് വന്നത്. ഇവിടെ തൃശ്ശൂര് ഒരു ഡോക്ടർ കണ്ണിന്റെ കാഴ്ചശക്തി ഉണ്ടാക്കി കൊടുക്കുന്നെന്ന് പറയുന്ന കേട്ട് വന്നതാണ്. പക്ഷെ ഞങ്ങളുടെ വിധി ഇവിടെ എത്താനായിരുന്നു. അങ്ങനെ മക്കൾ പറയുന്നു അവരുടെ ബ്ലറി ഐസ് മാറി വിഷൻ വരുന്നുണ്ട് അവർക്കെന്ന് പറയുന്നു. പിന്നെ എൻ്റെ ബ്രദർ 20 years അവൻ ഗ്ലാസ് വെക്കാണ്ട് അവന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ ഗ്ലാസ് ഊരി ഇപ്പൊ ഇതാ ഡെയിലി അവൻ ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. അവന്റെ കാഴ്ചശക്തി നല്ല പവർ അവന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ അനുഭവം മറ്റുള്ളവർ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ട്രീറ്റ്മെന്റ് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്ന് മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സാർ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സും ശരീരവും വളരെ ശുദ്ധിയാണെങ്കിൽ അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ബ്രദർ. അവൻ നല്ലൊരു മനുഷ്യനാണ്, എല്ലാവരോടും എപ്പോഴും സ്മൈലി ഫേസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണെന്നറിയില്ല ഫസ്റ്റ് ഡേ തന്നെ അവന് ഭയങ്കര ഫലം ചെയ്തു. ഇത് നമുക്ക് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. വളരെ ദീർഘായുസ്സ് എല്ലാം നേരുന്നു. അൽഹംദുലില്ലാ. എൻ്റെ പേര് ജയലക്ഷ്മി, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. 16 വർഷമായിട്ട് ഷുഗറിന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഞായറാഴ്ച തൊട്ടിട്ട് ഞാൻ മരുന്നൊന്നും എടുക്കണില്ല. അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് മാറിയിട്ടുണ്ട്. കാൽ തരിപ്പും പിന്നെ ദേഹവേദനയും എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വയറിങ്ങനെ ഇങ്ങനെ നമ്മൾ പിടിക്കുന്ന ഒരു അവസ്ഥ തന്നെ, ഞെക്കി പിടിക്കുന്നത്, അതെല്ലാം മാറി. പിന്നെ ഉറക്കമില്ല, നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരവസ്ഥ. അപ്പം നമ്മളായിട്ട് വിടണം, ഇങ്ങനെ നമ്മൾ വേണിച്ചിട്ട് ഇങ്ങനെ ശ്വാസം വിടണം, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരും. സ്റ്റക്കായി പോകും ഇങ്ങനെ. അതൊക്കെ മാറി.
പിന്നെ ഉറക്കക്കുറവുണ്ടായിരുന്നു. അതിന് മെഡിസിൻ എടുത്തായിരുന്നു ഉറക്കക്കുറവിന്. അപ്പം അത് നിർത്തി. പിന്നെ ഇവിടുന്നത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ണുപോലും ചെയ്യുമ്പോൾ പറ്റില്ലായിരുന്നു. നമ്മളിങ്ങനെ കണ്ണ് തുറന്നേ കിടക്കണം മെഡിസിൻ എടുത്തിട്ടില്ലെങ്കിൽ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മരുന്ന് കഴിക്കണില്ല. അപ്പോൾ നമുക്ക് കണ്ണടച്ച് കിടക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ ആകുമ്പോഴാണ് ഉറങ്ങുന്നത് നമ്മൾ. അതുവരെ നമ്മൾ കണ്ണടച്ച് കിടക്കാം. മറ്റേത് അതും കൂടിയും പറ്റില്ലായിരുന്നു, എനിക്ക് കണ്ണടച്ച് കിടക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഷോൾഡർ പെയിൻ മാറിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ മലന്ന് കിടക്കുമ്പോൾ ഈ കൈ താഴെ അങ്ങനെ വെക്കാൻ പറ്റില്ല. നമ്മൾ തലയാണ് പില്ലോ എന്തെങ്കിലും വെച്ചിട്ട് വേണം കിടക്കാൻ. ഇപ്പം കൈയെല്ലാം താഴ്ത്തി സുഖമായി കിടക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. നമുക്ക് പുതിയൊരു അതിഥി, നല്ലൊരു അതിഥി. ആള് ഇത്രയും പേര് എല്ലാവരും സംസാരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഭാഷ, ആ ഭാഷ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പറഞ്ഞോ. അത് നിങ്ങൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി, പൊട്ടന്മാർക്കൊക്കെ മനസ്സിലായി, അല്ലാത്തവർക്കൊന്നും മനസ്സിലാവൂല. ബുദ്ധിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവില്ല. അവന് 30 വർഷമായിട്ട് ബ്രോങ്കിയലാസ്മയുണ്ട്. രാവിലെയും വൈകിട്ടും ബെൻഡോളിൻ ഇൻഹേലർ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചൂടുവെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. പച്ചവെള്ളം കുടിച്ചിരുന്നെങ്കിൽ ചുമയ്ക്കുമായിരുന്നു. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം കൂൾ ഡ്രിങ്ക്സ്, പച്ചവെള്ളം മാത്രമാണ് കുടിക്കുന്നത്. പിന്നെ ചൂടുവെള്ളം കുടിച്ചിട്ടേ ഇല്ല. അതുപോലെ ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു. ഇപ്പം മാഷാല്ലാ ചാടി കയറുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങള് നേഴ്സല്ലേ, മുമ്പ് വന്നിട്ടുള്ള ആളാണ്. അപ്പോ ഇവരൊക്കെ വരാനുള്ളൊരു കാരണം ഇത് തന്നെ. രോഗം മാറുമ്പോഴല്ലേ വരാൻ പറ്റുക. മാറ്റങ്ങൾ ഉണ്ടെങ്കിലാണ് വരാൻ പറ്റുക. അതും രോഗം പറയണ്ടെന്നാ പറഞ്ഞേ. പറയണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞവർക്ക് ചെറിയൊരു കൺഷൻ പ്രോബ്ലം വരും. അത് നമ്മുടെ കുഴപ്പമല്ല. എന്നാലും റിസൾട്ട് കിട്ടൂല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഇല്ലാത്ത മനുഷ്യന്മാരില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു, മനുഷ്യൻ നന്ദി കെട്ടവരാണ്. കാരണം നന്ദി ഉണ്ടായിരുന്നതായിരുന്നു മനുഷ്യൻ, ഇത് കെട്ടുപോയതാണ്. ജന്മന ഏതൊരു കുട്ടിയും നല്ല പ്രകൃതത്തിലാണ് ജനിക്കുന്നത്. അവനെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ ആ കുട്ടിയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആ മനുഷ്യൻ ഉണ്ടാവും, കെട്ടുപോകും നന്ദിയുടെ പലതും. എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ തന്ന അനുഗ്രഹങ്ങൾ പലതും നമുക്ക് കാണൂല. പകരം നമ്മൾ ഇടങ്ങേറുകൾ മാത്രം എടുത്ത് പറയുന്നവരാവും. അതുകൊണ്ടാണ് ഒരു 5 ദിവസത്തേക്ക് തൽക്കാലം നിങ്ങൾ ഇടങ്ങേറൊന്നും പറയണ്ടെന്ന് പറഞ്ഞത്, നിങ്ങളുടെ മാറ്റങ്ങൾ പറയാൻ പറഞ്ഞത്. ഇത് ഈ കൂടിയ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയവര് കുറെ ആളുകൾ പറഞ്ഞു. ഇനി പറയാനുള്ള ആളുകളുണ്ട്. അവരെന്താക്ക, ഗൂഗിൾ റിവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ റിവ്യൂ ചെയ്യാം. ഗൂഗിളിൽ റിവ്യൂ ചെയ്താലുള്ള ഗുണം, നമ്മൾ ഇപ്രാവശ്യം അബുദാബി ചെന്നപ്പോ അവിടുത്തെ ഒരു അറബി പറഞ്ഞത്, വെച്ചിട്ട് അബുദാബിയിൽ അല്ലെങ്കിൽ ദുബൈയിൽ നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാൻ വേറൊന്നും ചെയ്യണ്ട, എനെ കൊണ്ട് അവർ ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുമെന്നാണ്. അപ്പൊ നിങ്ങളുടെ ഗൂഗിൾ റിവ്യൂ റിസൾട്ട് കിട്ടിയത് ഇപ്പൊ വലിയ വലിയ റിസൾട്ടുകളാണ് ഈ പറഞ്ഞതല്ല. സത്യത്തിൽ മോഡേൺ സയൻസിൽ നിന്നല്ല, ആയുർവേദത്തിലോ സിദ്ധയിലോ യുനാനിയിലോ ഏത് ട്രഡീഷണൽ ചികിത്സയിൽ പോയാലും ഈ 5 ദിവസം കൊണ്ട് ഈ കണ്ട റിസൾട്ടുകൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം മര്യാദക്ക് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറയുന്നവന് പിന്നെ വേറൊന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ വലുതാണ്. അത് ഈ പറയുന്നതോടൊപ്പം റിവ്യൂ ചെയ്യുക, ഗൂഗിൾ റിവ്യൂ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്താലും മതി. അത് നിർബന്ധമായിട്ടും ചെയ്യുക. കാരണം ഇത്രയധികം ആളുകൾ വന്നു പോകുന്നവരെല്ലാവരും റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിവ്യൂ ഭയങ്കര സംഭവമായി പോയാണ്. ആ അറബി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരു വർഷം കൊണ്ട് നിങ്ങളോട് റിവ്യൂ തന്നെ എത്ര ആയേനേന്ന്. പക്ഷെ ഇപ്പൊ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തുണ്ടായിരുന്ന സെന്ററിന് 1000 ചില്ലാനും ഇവിടുത്തെ സെന്ററിന് 400 ചില്ലാനും റിവ്യൂ കിടക്കണേ. അപ്പോ
അദ്ദേഹം പറഞ്ഞപ്പോഴാണ് പിന്നെയും മനസ്സിലാവുന്നത് ആദ്യം ഉണ്ടായ സെന്ററിന്റെ റിവ്യൂവിൽ തന്നെ പോയാൽ മതി, അത് തന്നെയാണ് ബെറ്റർ. അപ്പോ ഈ ചില കാര്യത്തിൽ ചില ആളുകൾ ഡോക്ടർമാരാണ്, നമുക്കറിയാവുന്നത് ചിലപ്പോൾ അവർക്കറിയില്ല, അവർക്കറിയാവുന്നത് നമുക്കും അറിയില്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യണം, അതോടൊപ്പം നിങ്ങൾ റിവ്യൂ ചെയ്യണം. റിസൾട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ പറഞ്ഞു, ചില ആളുകൾക്ക് 12-ലാവൂല, അവരൊന്ന് സെറ്റായി വരാൻ ചിലപ്പോൾ സമയം പിടിക്കും. അവർ വെയിറ്റ് ചെയ്താൽ മതി, റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ പറഞ്ഞ കുറെ ആളുകളുണ്ട്. എന്റെ ഒരു ചോദ്യം, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് സാധാരണ ശനിയാഴ്ച ചോദിക്കാറുള്ളതൊന്നും ചോദിക്കാൻ മറന്നുപോയതാണ്. എന്ന് പറഞ്ഞാൽ ലൈവിൽ പോകുന്നതാണ്. കാരണം ചില ആളുകളുടെ ആരോപണമുണ്ട്, അവർ കുറച്ച് ആളുകൾക്ക് മാറിയത് പറയിപ്പിക്കും, ബാക്കി ഭൂരിപക്ഷ ആളുകൾ മാറാത്തവരാണ്, മാറാത്തവരെ കൊണ്ട് പറയിപ്പിക്കൂ എന്നാണ് പറയാ. പക്ഷെ ഈ ഇരിക്കുന്ന സമൂഹത്തിൽ മാറിയവരാണോ കൂടുതൽ, മാറാത്തവരാണോ കൂടുതൽ എന്ന് എന്റെ വീഡിയോയിൽ ഞാൻ ശനിയാഴ്ചകളിൽ കാണിക്കാറുണ്ട്. നിങ്ങളൊന്ന് കൈവക്കുക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളുള്ളവർ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഗുണം കിട്ടിയവർ ഒന്ന് കൈവക്കുക. ഗുണങ്ങളുള്ളവർ കൈവക്കാൻ പറയുമ്പോൾ 4-5 ദിവസം കൊണ്ട് കിട്ടിയ ഗുണങ്ങളുള്ളവരാണോ കൂടുതൽ, അല്ല ഗുണങ്ങളില്ലാത്തവരാണോ കൂടുതൽ കൈവക്കിയേക്കുന്നത് നോക്കുമ്പോൾ അറിയാലോ. ഇനി ഗുണങ്ങളില്ലാത്തവർ കൈവക്കാൻ പറഞ്ഞാൽ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. കാരണം വളരെ കുറച്ചേ ഉണ്ടാവൂ. കാണിക്കോ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളില്ലാത്തവരെ ചോദിച്ചാൽ വളരെ കുറച്ചേ ഉണ്ടാവും, അവർ ശ്രദ്ധിക്കപ്പെടും. അപ്പൊ അവർക്കൊരു മാനസിക വിഷമം ഉണ്ടാവും, എന്റെ മാറില്ലയോ, ഇത്രയും ആളുകളുടെയൊക്കെ മാറി, എന്നിട്ടും എന്റെ മാറൂല്ലേ എന്നൊരു ചോദ്യം. അത് വെറുതെയാണ്, കളഞ്ഞേക്കുക. കാരണം ചില ആളുകൾക്ക് സ്ലോ സ്പീഡായിരിക്കും. ചില ആളുകൾക്ക് 12 സിറ്റിംഗ് 12ന്റെ അന്ന് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട്. ചില ആളുകൾക്ക് കണ്ടിന്യൂസ് 24ന്റെ അന്ന് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട്. ചില ആളുകൾ 90 സിറ്റിംഗ് വരെ ചെയ്യേണ്ട വന്ന ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞു 40 ദിവസത്തോളായി കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ വിഷയം പറഞ്ഞു. അപ്പൊ ചില രോഗത്തിൽ ചിലപ്പോൾ നിൽക്കേണ്ടി വരും, ചെയ്യേണ്ടി വരും. ഇത് ഞാൻ കാണിക്കുന്നത് അത്ഭുത പ്രവൃത്തിയൊന്നുമല്ല. അതല്ലെങ്കിൽ എന്താ പറയാ, ദൈവികമായിട്ട് ഉയർന്നിട്ടോ, അതല്ലെങ്കിൽ ആ അത്ഭുത പ്രവൃത്തി സിദ്ധി കൊണ്ട് ഉണ്ടാക്കിയതോ ഒന്നുമല്ല. എന്റെ ഗുരുക്കന്മാരെ എനിക്ക് പഠിപ്പിച്ചു തന്ന ആയോധനകളായാലും ഞാൻ പഠിച്ച ചികിത്സാ മേഖലയിലായാലും എനിക്ക് കിട്ടിയ ഗുരുക്കന്മാർ പവർഫുൾ ആയതുകൊണ്ട് അവരുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ വിവരം കുറഞ്ഞവൻ ഞാനായതുകൊണ്ട് ചിലപ്പോൾ വിവരം കുറച്ച് തന്നതായിരിക്കാം. അവർ തന്നതിന്റെ ഗുണമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് എൻ്റെ ഒരു തേട്ടവും, എൻ്റെ വീട്ടിൽ നിന്നൊന്ന് പോയതിൽ നിന്നുള്ളൊരു തേട്ടവും. ഇനി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു ബ്രെയിൻ ട്യൂമറായിട്ട്. അന്ന് ഞാൻ തേടിയ ഒരു തേട്ടമുണ്ട്. ഇങ്ങനെയുള്ള ചികിത്സകൾക്കൊന്നും ഈ ഒരു ചികിത്സ അല്ലാത്ത മറ്റൊരു ചികിത്സയും ഇല്ലേ എന്നൊരു ചോദ്യവും അതിന് പരിഹാരത്തിന്റെ ഒരു തേട്ടവും. ആ തേട്ടമാണ് ഇന്ന് ഈ ഇരിക്കുന്ന സമൂഹവും ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നതും. സത്യത്തിൽ ചില തേട്ടങ്ങളാണ്, ചില ഓട്ടങ്ങളാണ്, ചില പഠിപ്പുകളാണ്, പല തുറവികളുടെയും ചില സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാം വഴികൾ. ഹോമിയോപ്പതി കണ്ടുപിടിച്ച അദ്ദേഹം അലോപ്പതി ഡോക്ടറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം കൊണ്ടാണ് അദ്ദേഹം മറ്റൊരു ചികിത്സ കണ്ടെത്തിയത്. അതിന്റെ പേരാണ് ഹോമിയോപ്പതി. എങ്കിൽ അദ്ദേഹം പഠിച്ച ചികിത്സക്ക് അദ്ദേഹം മറ്റൊരു പേരിട്ടു, അലോപ്പതി. അലോപ്പതി എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ മോഡേൺ സയൻസിന് യോജിക്കുന്ന പേരല്ലായിരിക്കാം, പക്ഷെ അദ്ദേഹത്തെ പേരാണ്, ഞാൻ പറഞ്ഞ പേരല്ല. അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത് ഒരു രോഗത്തിന് ചികിത്സിക്കാൻ പോയാൽ മറ്റൊന്നിനെ ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ആളുകൾ വിശ്വസിക്കുന്ന ഒരേ ഒരു ചികിത്സ, സൂഡോ സയൻസ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചികിത്സകളല്ലാത്ത ഒരേ ഒരു ചികിത്സ, സൂഡോ സയൻസ് എന്നാണ് മറ്റു ചികിത്സകളെ പറയുന്നതെങ്കിൽ സയൻസ് എന്ന് പറയുന്ന ആ ഒരു ചികിത്സയെ വിശ്വസിച്ചു പോകുന്ന അനേകായിരങ്ങൾ. ഒരു ദിവസത്തിന് ലക്ഷങ്ങൾ വെന്റിലേറ്ററിലും ICUവിലും കിടക്കുന്നവർക്ക് ലക്ഷങ്ങൾ ചെലവാകുമ്പോ എന്റെ മാമയുടെ അമ്മാച്ചൻ ഫാദറിലോ ഇപ്പോ മെഡിക്കൽ ട്രസ്റ്റിൽ കിടക്കുന്നു. ഓരോ ദിവസവും ബില്ല് വരുന്നത് 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ബില്ല് വരുമ്പോഴും ആ കാശിനെ പറ്റി കണക്ക് ചോദിക്കാനോ അവരുണ്ടാക്കുന്ന കാശിനെ പറ്റി അന്വേഷിക്കാനോ പോകാത്ത മടയന്മാർ ഇപ്പോഴും കുത്തിയിരിക്കുന്നു. എന്നെ അന്വേഷിക്കാൻ. അപ്പൊ ഇനിയും തുടരും. നിനക്ക് ഇനിയും പണി കൂടട്ടെ.
അല്ലാത്ത അന്വേഷിക്കുന്നവർക്ക് അന്വേഷണങ്ങൾക്ക് ഒരു മറുപടി കിട്ടട്ടെ. ഇത് നല്ലതെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക, അല്ലേ നിങ്ങൾ കാണുക, കട്ട് ചെയ്യുക. ഇനിയും ശനിയാഴ്ച കാണാം.